മധ്യസ്ഥ പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹാ ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷയുടെ സ്വാതന്ത്ര്യവും ദൈവരാജ്യ അനുഭവവും മറ്റുള്ളവരുമായി പങ്കുവെക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള മിശിഹ കുടുംബാംഗങ്ങളെയും എല്ലാ ഉപകാരികളെയും ആത്മീയ വരങ്ങളാലും ഭൗതിക നന്മകളാലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹ ടീം നയിക്കുന്ന വിവിധ കോഴ്സുകളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ അവിടുന്ന് ആശീർവദിക്കണമേ. സഭയുടെ ഏക ദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഹൃദയത്തിലേറുന്ന തീക്ഷ്ണമതികളായ ധാരാളം മിഷണറിമാരെ ഒരുക്കുവാൻ മിശിഹ ടീമിനെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. സ്വർഗസ്നായ ഞങ്ങൾ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങളോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്ത്രീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ബിഗിനിങ് സോങ്ങിനായിട്ട് ലാലി ജോസിനെ ക്ഷണിക്കുന്നു. സുവിശേഷ ഗീതികൾ പാടാം, യേശുവിൻ സാക്ഷികളാകാം, ലോകത്തിലെങ്ങും പോകാൻ നാഥൻ വിളിക്കുന്നു നമ്മെ. പരിശുദ്ധനാകുന്ന റൂഹ വന്നണഞ്ഞിടുന്ന നേരം, പരിശുദ്ധനാകുന്ന റൂഹ വന്നണഞ്ഞിടുന്ന നേരം, ശക്തി ചൈതന്യങ്ങളേറും നവജനമായി നാം മാറും. ആ ആ സുവിശേഷ ഗീതികൾ പാടാം, യേശുവിൻ സാക്ഷികളാകാം, ലോകത്തിലെങ്ങും പോകാൻ നാഥൻ വിളിക്കുന്നു നമ്മെ. ഇരുളകറ്റിടും വെളിച്ചം, മുറിവുണക്കിടുന്ന തൈലം, ഇരുളകറ്റിടും വെളിച്ചം, മുറിവുണക്കിടുന്ന തൈലം, സുവിശേഷമാകുന്ന ദാനം ലോകത്തിനേകുവാൻ പോകാം. ആ ആ സുവിശേഷ ഗീതികൾ പാടാം, യേശുവിൻ സാക്ഷികളാകാം, ലോകത്തിലെങ്ങും പോകാൻ നാഥൻ വിളിക്കുന്നു നമ്മെ. നാഥൻ വിളിക്കുന്നു നമ്മെ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വചനങ്ങൾ. ശിഷ്യഗണത്തിന് പ്രേക്ഷിത ദൗത്യം. പിന്നീട് അവർ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയർപ്പിക്കപ്പെട്ടതിനു ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും
ഹൃദയ കാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്തു കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വെക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സഭയുടെ ഏക ദൗത്യമായ സുവിശേഷ പ്രഘോഷണം നടത്താൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന അങ്ങയുടെ ആഹ്വാനമനുസരിച്ച് സുവിശേഷമായി ജീവിക്കുവാനും സുവിശേഷമേകുവാനും അങ്ങയുടെ ആത്മാവിനെ അയച്ച് ഞങ്ങൾക്ക് ശക്തി നൽകണമേ. മിസിയോയുടെ 19ാം ബാച്ചിനെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇതിലേക്ക് ഞങ്ങളെ തെരഞ്ഞെടുത്ത അങ്ങയുടെ അനന്ത കാരുണ്യത്തിന് നന്ദി പറയുന്നു. മിസിയോ ടീം ലീഡറായ ആലീസ് കുട്ടി ആന്റിയെയും ഒപ്പം പ്രവർത്തിക്കുന്ന ടോമിച്ചൻ ചേട്ടനെയും എല്ലാ ടീം അംഗങ്ങളെയും ദൈവാത്മാവിനാൽ നിറച്ച് വരദാന ഫലങ്ങളാൽ അനുഗ്രഹിക്കണമേ. ഇന്നിവിടെ ഇന്റർനെറ്റ് സംവിധാനം ഒരുക്കി തരുന്ന കുടുംബത്തെയും അവരുടെ നിയോഗങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് ഓൺലൈൻ പ്രോഗ്രാം നടത്തുന്ന എല്ലാ മിസ്യോ അംഗങ്ങളെയും പരിശുദ്ധാത്മാവിൽ നിറച്ച് എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സുവിശേഷ പ്രഘോഷണം ഉത്തരവാദിത്തത്തോടെ നടത്താൻ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ഈ ആഴ്ച കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകം നമ്മുടെ ജോയ് പിതാവും ആലിസ് കുട്ടി ആൻറ്റീനെയും മിസിയോ ഫാമിലി കോർഡിനേറ്റേഴ്സിനെയും എല്ലാ മിസിയോ പാർട്ടിസിപ്പൻസിനെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ ആഴ്ച സുവിശേഷ പ്രഘോഷണമാണല്ലോ മനസ്സിലാക്കുന്നതും ഗ്രഹിക്കുന്നതും. നമ്മൾ അതിനു വേണ്ടി ഞാൻ വചനം എടുത്ത് വായിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് മാർക്ക് 16:15 He said to them, Go to the world and proclaim the gospel to the whole creation. ലോകം മൊത്തം പോയി എൻ്റെ സുവിശേഷം പ്രഘോഷിക്കുക എന്നാണല്ലോ പറഞ്ഞത്, നമ്മുടെ വചനത്തിൽ പറയുന്നത്. അത് ഓർക്കുമ്പോഴത്തേക്ക് ഒരു 2 ആഴ്ച മുമ്പ് ഞാൻ ഒരു പത്രത്തിൽ വായിക്കാനുണ്ടായി. ഒരു യങ് ബോയ് ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയ ആ കൊച്ച് 378 പിള്ളേരെ ആ സ്കൂളിൽ സത്യദൈവം ആരാന്നും ആ ഹൈസ്കൂൾ പിള്ളേരെ, ആ ക്ലാസ്സിലുള്ള പിള്ളേരെ എല്ലാം വിശ്വാസത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. ഇത് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് തുടങ്ങാനുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും സുവിശേഷ പ്രഘോഷണം മനസ്സിലാക്കാനും ഗ്രഹിക്കാനും ആദ്യമായിട്ട് ഞാൻ പ്രൊക്ലമേഷന് വേണ്ടി നാൻസി ബോബിനെ ക്ഷണിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ പ്രിയരെ, ഈശോ തന്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് നമുക്ക് ഒരു മഹാകൽപ്പന നൽകി, ദ ഗ്രേറ്റ് കമ്മീഷൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28:18-20 സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി സകല ജനതകളെയും ശിഷ്യപ്പെടുത്തുവേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് സ്നാനം നൽകുവേൻ. ഞാൻ കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവേൻ. യുഗാന്തം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് 3-ാം ദിവസം ഉയർത്ത് നമ്മുടെ പാപകടങ്ങളെല്ലാം വീട്ടി നമ്മെ എല്ലാവരെയും പാപാവസ്ഥയിൽ നിന്നും രക്ഷിച്ചതാണ്. ഈ രക്ഷ നമ്മൾ സ്വന്തമാക്കണം.
യേശു നമ്മുടെ രക്ഷകനും കർത്താവുമാണെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് നമ്മുടെ പാപങ്ങളെ കുറിച്ച് അനുതപിച്ച് നല്ല കുമ്പസാരം നടത്തണം. നമ്മിലെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി ഹൃദയവിശുദ്ധിയിലായി ദാഹത്തോടെ പ്രാർത്ഥിച്ച് യേശുവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ ദൈവത്തിന്റെ അപരിമേയമായ സ്നേഹം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. ഈ സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവെച്ച് ദൈവസ്നേഹത്തിൽ സ്വയം വളരുവാനും ദൈവസ്നേഹത്തിൽ വളരുന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗമായി സ്വയം വളരുവാനും മറ്റുള്ളവരെ ദൈവസ്നേഹത്തിൽ വളർത്തുവാനും നമുക്ക് സാധിക്കണം. വിശുദ്ധ മർക്കോസ് 16:15 നാം വായിക്കുന്നുണ്ട്, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. അതേ സഹോദരങ്ങളെ, ഇതാണ് നമ്മുടെ ദൗത്യം, നമ്മുടെ ഏക ദൗത്യം. സഭാമക്കളായ നമ്മൾ സഭയുടെ ഈ ദൗത്യത്തിൽ പങ്കുചേരണം. ലോകത്തിന്റെ അതിർത്തികൾ വരെ യേശുവിന്റെ സുവിശേഷം എത്തിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നമുക്ക് അത് മറ്റാരുടെയെങ്കിലും ഉത്തരവാദിത്വമോ കടമയോ ആണെന്ന് കരുതി ഇതിൽ നിന്നും പിന്മാറാൻ സാധിക്കുകയില്ല. 1 കൊരിന്തോസ് 9:16 വചനം നമ്മുടെ ഹൃദയത്തിൽ നാം ഏറ്റെടുക്കണം. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല. അത് എൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം എനിക്ക് മാത്രമല്ല, എൻ്റെ കുടുംബത്തിന്, ഞാൻ ആയിരിക്കുന്ന എൻ്റെ സമൂഹത്തിന്, എൻ്റെ ഇടവകയ്ക്ക്, എൻ്റെ രൂപതയ്ക്ക്, എൻ്റെ രാജ്യത്തിന്, ലോകം മുഴുവനും. യേശു രക്ഷകനും കർത്താവുമാണെന്ന സത്യം നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തിയതാണ് നമുക്ക് ചുറ്റിലും ദിവസം തോറും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ വിപത്തുകൾക്കും കാരണം. 2024 ഓഗസ്റ്റ് 5 സെന്റ് ജോർജ് ഫൊറോന ചർച്ച് മുതൽക്കടം ഇടവകയിൽ മിസിയോ ടീം നടത്തിയ കോഴ്സിലാണ് 1 കൊരിന്തോസ് 9:16 എൻ്റെ ഹൃദയത്തെ കീറിമുറിച്ചത്. ഞാൻ ആദ്യമായി മനസ്സിലാക്കി വചനപ്രഘോഷണം എൻ്റെ കടമയാണെന്ന്. യേശുവിനെ പങ്കുവെക്കൽ വാക്കാൽ മാത്രമല്ല, എൻ്റെ ജീവിതം തന്നെ സുവിശേഷമാകണമെന്ന് എനിക്ക് ബോധ്യമായി. അതേ സഹോദരങ്ങളെ, നാം ഓരോരുത്തരും വചനപ്രഘോഷണം നമ്മുടെ കടമയാണെന്ന് മനസ്സിലാക്കി ഹൃദയത്തിൽ ഏറ്റെടുത്ത് ഈശോയെ എല്ലാ ജനങ്ങൾക്കും പകർന്നു കൊടുക്കുവാൻ ഉത്സുകരാകണം. എൻ്റെ അനുഭവം ഞാൻ പറയാം. ഈ കോഴ്സ് കൂടുന്നത് വരെ ഞാൻ കരുതിയിരുന്നത് സുവിശേഷ പ്രഘോഷണമൊന്നും നമ്മളുടെ ആരുടെയും കടമയല്ല, നമ്മൾ ഇതിലൊന്നും ഇടപെടേണ്ട കാര്യമില്ല, ഇതെല്ലാം വൈദികരുടെയും സിസ്റ്റേഴ്സിന്റെയും പിന്നെ പ്രഘോഷണത്തിനായി തയ്യാറായിരിക്കുന്ന കുറെ അൽമായ വ്യക്തികളുടെയും മാത്രം കടമയാണ് എന്ന്. ഈ സുവിശേഷം ദിവസവും പ്രാർത്ഥിക്കുക, സുവിശേഷം വായിക്കുക, ഇതൊക്കെ ഒരു അൽമായം ചെയ്താൽ മതി എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ ഈ കോഴ്സ് എൻ്റെ ചിന്താഗതികളെല്ലാം മാറ്റിമറിച്ചു. എനിക്ക് പൂർണ്ണമായ ബോധ്യം നൽകി സുവിശേഷ പ്രഘോഷണം നമ്മളുടെ ഓരോരുത്തരെയും കടമയാണെന്ന്. മാമോദീസ സ്വീകരിച്ച ഏതൊരു വ്യക്തിയുടെയും കടമയാണ് സുവിശേഷ പ്രഘോഷണം. അതിൽ നിന്ന് നമുക്ക് പിന്മാറാനാകില്ല എന്ന് എനിക്ക് ഈ കോഴ്സ് ബോധ്യപ്പെടുത്തി തന്നു. റോമ 8:35 ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? ഇല്ല, ഇതൊന്നും നമ്മളെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും വേർപെടുത്താനാവില്ല. വേർപെടുത്തരുത്. പ്രിയ സഹോദരങ്ങളെ, ഇവയൊന്നും സുവിശേഷ പ്രഘോഷണത്തിൽ നിന്നും നമ്മളെ മാറ്റി നിർത്തുന്ന ഘടകങ്ങളാകരുത്. ഇവയൊക്കെ നമ്മളുടെ പരീക്ഷണങ്ങളായി നമ്മൾ കരുതി ഇവയൊക്കെ തരണം ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓരോ ക്രിസ്ത്യാനിയും ചെയ്യേണ്ടത് ഈ സുവിശേഷ പ്രഘോഷണം തീവ്രതയോടെ, ആത്മാർത്ഥതയോടെ നിർവഹിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ തൻ്റെ റിഡംതോറിസ് മിഷൻ, അതായത് രക്ഷകന്റെ മിഷൻ എന്ന ചാക്രിക ലേഖനത്തിന്റെ 11ാം ഖണ്ഡികയിലും പോൾ VI മാർപ്പാപ്പയുടെ ഇവാഞ്ചലി നുൻഷ്യാന്തി സുവിശേഷ പ്രഘോഷണം എന്ന അപ്പസ്തോലിക പ്രബോധനത്തിന്റെ 14ാം ഖണ്ഡികയിലും ഇപ്രകാരം പറയുന്നുണ്ട്: സുവിശേഷം അറിയാനും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാനുമുള്ള അവകാശവും ദാഹവും എല്ലാവർക്കുമുണ്ട്. അത് പങ്കുവെക്കാതിരുന്നാൽ നാം രക്ഷപ്പെടുകയില്ല എന്ന് മാത്രമല്ല, കൂടുതൽ കർശനമായി ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. അവനവനെ കീറിമുറിക്കുന്ന വചനങ്ങളാകണം മറ്റുള്ളവർക്ക് പ്രഘോഷകർ പകർന്നു നൽകേണ്ടത്. സുവിശേഷത്തിന്റെ ആനന്ദം 151ാം ഖണ്ഡികയിൽ ഫ്രാൻസിസ് മാപ്പ പറയുന്നുണ്ട്: കർത്താവിന്റെ വചനത്തെ
മറ്റുള്ളവരിലേക്ക് കൈമാറുന്നതിന് മുമ്പ് അതിനെ തങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കുവാൻ സമ്മതിക്കുന്ന ജീവസുറ്റ സ്വതന്ത്രരായ സർഗാത്മകതയുള്ള വ്യക്തികൾ എന്ന നിലയിൽ നമ്മെ ഉപയോഗപ്പെടുത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നു. മാമോദീസ സ്വീകരിച്ചവരെല്ലാം സഭയുടെ ദൗത്യമായ സുവിശേഷവൽക്കരണ പ്രവർത്തനത്തിൽ പങ്കുചേരേണ്ടതാണെന്ന ബോധ്യം ഒരു പ്രഘോഷകൻ നൽകണം. യേശുവിനെ കണ്ടുമുട്ടിയവർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് നാം ബൈബിളിൽ വായിക്കുന്നുണ്ട്. പെന്തക്കോസ്താ നാളിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അപ്പസ്തോലന്മാർ ധൈര്യപൂർവ്വം തീഷ്ണതയോടെ പ്രസംഗിക്കുന്നുണ്ട്. സുവിശേഷ പ്രഘോഷണത്തിലെ പ്രധാന പ്രവർത്തകൻ പരിശുദ്ധാത്മാവാണ്. വിശുദ്ധ പത്രോസ്ലിഹായുടെ പ്രസംഗം കേട്ട 3000-ഓളം പേർ അന്നു തന്നെ ജ്ഞാനസ്നാനം സ്വീകരിച്ചു. അപ്പസ്തോല പ്രവർത്തനം 4:20 പറയുന്നു, എന്തെന്നാൽ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അതേ പ്രിയരെ, ഇതായിരുന്നു ആദിമ ശിഷ്യന്മാരുടെ സുവിശേഷ പ്രഘോഷണത്തോടുള്ള ആവേശം. നമുക്കും ഇതേ ആവേശത്തോടെ ഇതേ തീഷ്ണതയോടെ പോകാം. സഭയുടെ ഏക ദൗത്യമായ സുവിശേഷ പ്രഘോഷണത്തിനായി. ഏകാം നമുക്ക് സുവിശേഷം, ജീവിക്കാം നമുക്ക് സുവിശേഷമായി. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കാം. ഹൃദയത്തിൽ അഗ്നിയും പാദത്തിൽ ചിറകുമുള്ളവരായി പോകാൻ ലോകാതിർത്തി വരെ നമുക്ക് സുവിശേഷം പ്രഘോഷിച്ച നിത്യജീവനും സ്വർഗരാജ്യവും ലക്ഷ്യമാക്കി നമുക്ക് മുന്നേറാം. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആമേൻ. താങ്ക് യു നാൻസി ചേച്ചി. സുവിശേഷ പ്രഘോഷത്തിനെ കുറിച്ച് ആഴത്തിൽ ഒത്തിരി വചനങ്ങൾ ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിന്. സുവിശേഷം പ്രഘോഷിച്ചില്ലേ നമുക്കെല്ലാവർക്കും ദുരിതം. അത് സുവിശേഷ പ്രഘോഷണം നമ്മൾ ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ മാനസാന്തരപ്പെട്ട്, നമ്മൾ എളിമപ്പെട്ട്, നമ്മൾ സുവിശേഷമായി തീരണം. നമ്മൾ മറ്റവർക്ക് സുവിശേഷം പ്രഘോഷണം നമ്മൾ ചെയ്യണം മുമ്പ്. അപ്പം അങ്ങനെ സുവിശേഷ പ്രഘോഷണം ചെയ്ത് ഒരു ടെസ്റ്റിമണിക്കായിട്ട് നമ്മൾ സിസ്റ്റർ സിന്ധു വിമല ഐസക്കിനെ ഇപ്പോൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ സിസ്റ്റർ സിന്ധു വിമല ഐസക്. എൻ്റെ കോൺഗ്രിഗേഷന്റെ പേര് സിസ്റ്റേഴ്സ് ഓഫ് ദ ലിറ്റിൽ ഫ്ലവർ ഓഫ് ബെഥനി. പൊതുവെ ഞങ്ങൾ അറിയപ്പെടുന്നത് ബെഥനി സിസ്റ്റേഴ്സ് എന്നാണ്. ഇപ്പോൾ ഞാൻ സേവനം ചെയ്യുന്നത് വയനാട് പള്ളിക്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇവിടെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ലൂർദ് മാത ഷ്രൈൻ ഉണ്ട്. ചിലർക്കൊക്കെ അത് അറിയാമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ സ്വദേശം തിരുവനന്തപുരത്താണ്. എൻ്റെ വീട്ടില് അമ്മ, 3 ചേട്ടന്മാർ, ഒരു ചേച്ചി. ഞാൻ അവസാനത്തെ ആളാണ്. അപ്പൻ മരിച്ചിട്ട് 8 വർഷത്തോളമായി. ലോകമെങ്ങും പോയി നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യം. ഈ ഒരു സുവിശേഷ വാക്യത്തിന്റെ അർത്ഥം ഗ്രഹിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത് മാത്രമല്ല, ഈ വർഷം എൻ്റെ ജൂബിലി വർഷമാണ്. അതായത് ഞാൻ സിസ്റ്റർ ആയതിനു ശേഷം 25 വർഷമാകുമ്പോൾ ഇങ്ങനെ ഒരു ടെസ്റ്റിമണി നൽകാൻ എന്നെ വിളിച്ച് വേർതിരിച്ച എൻ്റെ തമ്പുരാന് ഞാൻ ഒത്തിരി അധികം നന്ദി പറയുകയും ചെയ്യുന്നു. സുവിശേഷ പ്രഘോഷണം ഒരു വൈദികന്റെയോ ഒരു കന്യാസ്ത്രീയുടെയോ മാത്രം ഉത്തരവാദിത്വമോ കടമയോ അല്ല. ഈ ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞിട്ടാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. കൊരിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം 16-ാം വാക്യം. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഞാൻ പ്രസംഗിക്കുന്നതിൽ പ്രശംസിക്കാനും ഒന്നുമില്ല. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്, കടമയാണ്. അതിനെ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചു. ജ്ഞാനസ്നാനം നൽകിയ ഓരോ വ്യക്തിയും ഈ സുവിശേഷം പ്രഘോഷിക്കാൻ ഈ സുവിശേഷത്തിന്റെ പ്രഘോഷകരാകാൻ വിളിക്കപ്പെട്ടവരാണ്, വേർതിരിച്ച് നിർത്തപ്പെട്ടവരാണ്. എൻ്റെ ഒരു അനുഭവ സാക്ഷ്യം നിങ്ങളുമായി പങ്കുവെക്കട്ടെ. ആദ്യം എൻ്റെ കുടുംബ പശ്ചാത്തലം പറഞ്ഞതുകൊണ്ട് തന്നെ ആരംഭിക്കാം. ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ 3 ചേട്ടന്മാരാണ്.
പിന്നെ ഒരു ചേച്ചിയാണ്, ഞാൻ അവസാനത്തെ ആളാണ്. അത് മാത്രവുമല്ല, എൻ്റെ വീട്ടിലെ പശ്ചാത്തലം വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ അമ്മയുടെ കുടുംബത്തിലോ അപ്പന്റെ കുടുംബത്തിലോ വൈദികരോ കന്യാസ്ത്രീകളോ ഒന്നും ഇല്ലാത്ത ഒരു കുടുംബമാണ്. കൂടാതെ ഞങ്ങളുടെ ഇടവകയിൽ സിസ്റ്റേഴ്സും ഇല്ല. അതുകൊണ്ട് തന്നെ സിസ്റ്റേഴ്സ് ആരെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയത്തുമില്ല. ആ ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ 4ലോ 5ലോ പഠിക്കുമ്പോൾ ഒരു അബദ്ധവശത്താൽ ഒരു സിസ്റ്ററിനെ കാണാൻ ഇടയായി. ആ സിസ്റ്ററിനെ കണ്ടത് മുതലാണ് എനിക്കൊരു ആഗ്രഹം തോന്നുന്നത് ഒരു കന്യാസ്ത്രീ ആകണമെന്ന്. അതിനുശേഷം വീട്ടിൽ എത്തിയതിനു ശേഷം കളിക്കുമ്പോഴൊക്കെ നമ്മൾ അമ്മയും അപ്പനും ഒക്കെ ആകാറുണ്ടല്ലോ. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും കന്യാസ്ത്രീയുടെ റോൾ എടുത്തിട്ട് ഞാൻ അങ്ങനെ ആ സിസ്റ്ററിനെ പോലെ വേഷം കെട്ടി ഇങ്ങനെ കളിക്കുമായിരുന്നു. അതൊക്കെ കണ്ടിട്ട് അപ്പനും അമ്മയ്ക്കും ടെൻഷനായി. അങ്ങനെ അവരെന്നെ വളരെയധികം ഉപദ്രവിക്കുമായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഒരു സിസ്റ്റർ ആകാൻ ഉള്ള എൻ്റെ ഒരാഗ്രഹം അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ അവിടെ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരച്ഛൻ ട്രാൻസ്ഫർ ആയി വന്നു. ആ അച്ഛനോട് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ സിസ്റ്റർ ആകണം, പക്ഷെ വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവർക്ക് ഇഷ്ടമില്ല, താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ എന്നെ വീട്ടിൽ വന്ന് പറഞ്ഞ് സഹായിക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ സമ്മതിച്ചു. അങ്ങനെ അച്ഛൻ വീട്ടിൽ വന്നു. പക്ഷേ അച്ഛനും നല്ലൊരു പ്രതികരണം വീട്ടുകാരിൽ നിന്നുണ്ടായില്ല. ഈ കാര്യം പറഞ്ഞുകൊണ്ട് അച്ഛൻ വരണ്ട എന്നുവരെ എൻ്റെ ചേട്ടന്മാർ അച്ഛന് താക്കീത് കൊടുത്തു. അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴേ എല്ലാ രീതിയിലും പ്രതിസന്ധികൾ കൊണ്ട് ഞാനിങ്ങനെ വലയുകയാണ്. 10ാം ക്ലാസ്സിലായപ്പോഴേക്കും ഏകദേശം ഒരു തീരുമാനമായി. ഞാൻ എന്തായാലും പോകുമെന്ന് എൻ്റെ മാതാപിതാക്കൾക്ക് ഉറപ്പായി. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു തീരുമാനമൊക്കെ അനുവാദം കിട്ടാനായിട്ടൊക്കെ ആയപ്പോഴാണ് എൻ്റെ ചേട്ടന്റെ വീടിന്റെ പണി നടക്കുന്നുണ്ടായിരുന്നു ആ സമയം. നേരത്തേക്ക് അവിടെ ജോലിക്ക് വന്ന ഒരു പയ്യനെ എന്നെ ഇഷ്ടമായിരുന്നു. ഒരു ദുഃഖവെള്ളിയാഴ്ച 1995 ദുഃഖവെള്ളിയാഴ്ച അദ്ദേഹം എന്നോട് തന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് സമ്മതമില്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കന്യാസ്ത്രീ ആകണമെന്നാണ് താല്പര്യം എന്ന് പറഞ്ഞപ്പോൾ എന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, തനിക്ക് എന്താ ഭ്രാന്തുണ്ടോ? ഇപ്പൊ ആരെങ്കിലും കന്യാസ്ത്രീ ആകാൻ പോകുമോ? അത് മാത്രമല്ല കന്യാസ്ത്രീ ആയാൽ തന്നെ താൻ നിൽക്കുവോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ ചലഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു ചോദ്യവും കാര്യങ്ങളും എനിക്ക് ഇഷ്ടമാവാത്തത് കൊണ്ട് തന്നെ ഞാൻ തിരിച്ചടിച്ച് ചോദിച്ചു, താങ്കൾ ഒരു ഹൈന്ദവനല്ലേ? എന്റെ ഈശോയെ എനിക്കറിയാന്നുള്ളതിനേക്കാൾ കൂടുതൽ തനിക്ക് അറിയത്തില്ലല്ലോ. അങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തെ ഒന്ന് ഞാൻ ഒന്ന് പറഞ്ഞൊന്ന് റെഡിയാക്കാനായിട്ടുള്ള ശ്രമം നടത്തി. പക്ഷെ അതിനുശേഷം ഞാൻ എന്റെ സിസ്റ്റേഴ്സിനെ കാണുകയും കോൺവെന്റിൽ ചേരേണ്ട എന്റെ ആഗ്രഹം പറയുകയും അവരെന്നെ ഒത്തിരി അധികം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ആ സമയത്താണ് എൻ്റെ അമ്മയ്ക്ക് അസുഖമാവുകയും അമ്മ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തത്. ഞാൻ കോൺവെന്റിൽ ചേരുന്നതിന്റെ 2 ദിവസത്തിന് മുമ്പാണ് അമ്മയെ ICUയിലേക്ക് മാറ്റി. അങ്ങനെ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. നീ കാരണമാണ് അമ്മയ്ക്ക് സുഖമില്ലാണ്ടായത്, അമ്മയ്ക്ക് ഹെവി ബ്ലീഡിങ്ങും ഹാർട്ടിന് പ്രശ്നവുമായിരുന്നു, അതുകൊണ്ട് നീ പോകണ്ട എന്നൊക്കെ പറഞ്ഞ് എന്നെ എൻ്റെ ബന്ധുക്കളും സഹോദരങ്ങളും എല്ലാം തന്നെ എന്നെ കുറ്റപ്പെടുത്തുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തു. പക്ഷെ എന്നിട്ടും എനിക്ക് എന്തോ ഒരു വലിയൊരു ആത്മശക്തിയായിരുന്നു. എന്റെയൊക്കെ ഒരു ഉള്ളിൽ ഭയങ്കര ഒരു ധൈര്യമായിരുന്നു. ഞാൻ പോകുമെന്നുള്ള ഉറപ്പായ തീരുമാനത്തിൽ നിന്നു. അങ്ങനെ 1995 ജൂൺ 9 അമ്മയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയി കണ്ട് ഉമ്മ കൊടുത്ത് ഞാൻ ജോയിൻ ചെയ്തു. കോഴിക്കോട്ടിലേക്ക് കോൺവെന്റിലായിരുന്നു ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോഴേക്കും പക്ഷെ ഇന്നും എൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ. അമ്മയ്ക്ക് 80 വയസ്സ് കഴിഞ്ഞു. അമ്മയ്ക്ക് ഒരു പ്രശ്നവും ഇല്ല. അത്യാവശ്യം വാർദ്ധക്യ സഹജമായിട്ടുള്ള ബുദ്ധിമുട്ടുകളേ ഉള്ളൂ. അതുകൊണ്ട് ആ ദൈവം വിളിച്ചത് ദൈവമാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള വഴിയും ദൈവം തുറന്നു തരും. ഇന്ന് ഞാൻ സുവിശേഷ പ്രഘോഷണവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു അനുഭവം പറയുമ്പോൾ തന്നെ ഞാൻ നേരിട്ട് സുവിശേഷ പ്രഘോഷണത്തിലെ വ്യാപൃതിയായിരിക്കുന്ന ഒരു വ്യക്തിയല്ല. ഞാനൊരു അധ്യാപികയാണ്, സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പല പ്രവർത്തനങ്ങളിലൂടെയാണ് ഞാൻ എൻ്റെ ഈശോയെ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നത്. വളരെ പ്രത്യേകമായി ഭവന സന്ദർശനങ്ങളിലൂടെ കൗൺസിലിംഗ് കോഴ്സ് കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ കൗൺസിലിംഗ് കൊടുക്കുന്നവർക്കും ഒക്കെ ഞാൻ ഈശോയെ പകർന്നു നൽകാൻ ശ്രമിക്കാറുണ്ട്. വളരെ പ്രത്യേകമായിട്ടെന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരെയും അനാഥരായിട്ടുള്ള കുട്ടികളോടും എനിക്ക് വളരെ ഒരു അനുകമ്പയാണ്. അതുകൂടാതെ വിധവകളെയും ഒറ്റയ്ക്ക് ജീവിക്കുന്നവരോടൊക്കെ ഞാൻ വളരെയധികം ഇടപഴകാറുണ്ട്. അവരോടെല്ലാം തന്നെ ഈശോയുടെ സ്നേഹത്തെക്കുറിച്ചും ഈശോ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, ഏത് ജീവിത അവസ്ഥയിലും ഈശോയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്, ആ ഈശോയോട് കൂടിയാണ് നാം നിൽക്കേണ്ടത് എന്നുള്ളൊരു ബോധ്യത്തിൽ അവർക്ക് ഞാൻ പകർന്നു കൊടുക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ ഒരു ഇടവകയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് കൊയറിലുണ്ടായിരുന്ന ഒരു വിവാഹം കഴിഞ്ഞ് 5-6 വർഷമായിട്ടും കുട്ടികളില്ലാത്ത
ആ ഒരു പർട്ടിക്കുലർ യുവതി എന്നെ കാണുകയും പരിചയപ്പെടുകയും ചെയ്തു. ആ യുവതിയോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ മെഡിസിൻ ഒക്കെ എടുക്കുന്നുണ്ടോ, എങ്ങനെയാ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, മെഡിസിൻ ഒക്കെ ചെയ്യുന്നുണ്ട് സിസ്റ്റർ, പക്ഷെ ഒന്നും ആവുന്നില്ല, അതുകൊണ്ട് തന്നെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ആണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ബന്ധം കുറച്ച് നല്ല രീതിയിൽ ആഴപ്പെട്ടു തുടങ്ങി. അതായത് അവളുടെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം അവൾ എന്നോട് ഷെയർ ചെയ്യും. അങ്ങനെ ഒരു രീതിയിൽ അങ്ങനെ ഒരു ദിവസം അവളുടെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാൻ വരുന്ന സമയത്ത് എനിക്ക് അവളെ കേൾക്കുവാനോ അല്ലെങ്കിൽ അവളെ സാന്ത്വനപ്പെടുത്താനോ ഉള്ള ഒരു മൂഡിലല്ലായിരുന്നു. കാരണം 2 ദിവസം കഴിയുമ്പോഴേക്ക് എനിക്കൊരു മേജർ സർജറിക്ക് വേണ്ടിയിട്ട് പോകാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വിഷമത്തിലായിരുന്നു ഞാൻ. പക്ഷെ അവളോട് സംസാരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞു, മോളെ സിസ്റ്റർ രണ്ടു ദിവസത്തിന് കഴിഞ്ഞതിന് ശേഷം ഒരു സർജറിക്ക് പോവുകയാണ്, നീ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവൾ എന്നോട് ചോദിച്ചു, എന്ത് സർജറിയാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയും, യൂട്രസ് റിമൂവ് ചെയ്യാണ്, എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അവൾ എന്നടുത്ത് വളരെ വിശ്വാസത്തോടു കൂടി അവൾ എന്നോട് പറഞ്ഞു, ഈശോയെ സ്നേഹിച്ച് ഈശോയുടെ മണവാട്ടിയായ സിസ്റ്റർ അല്ലേ, സിസ്റ്ററിന് എന്തായാലും ഈ ഒരു കഴിവ് കൊണ്ട് ഇനി ഉപയോഗമില്ലല്ലോ, സിസ്റ്റർ അതെടുത്ത് കളയുകയല്ലേ, അപ്പൊ സിസ്റ്റർ എനിക്ക് ആ ഒരു കഴിവ് തരാൻ ഈശോയോട് പറയാവോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും പറയാം. അത് മാത്രമല്ല, എനിക്ക് 5 മേജർ സർജറി കഴിഞ്ഞതാണ്. അപ്പൊ ഞാൻ ഓരോ സർജറിക്ക് ഞാൻ ഓരോ നിയോഗവും വെച്ചൊക്കെ പ്രാർത്ഥിക്കുന്നതാണ്. ഒന്നിലധികം നിയോഗമൊക്കെ വെക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു നിയോഗം കേട്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി. പക്ഷേ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്ന ആ വഴിക്ക് വെച്ചിട്ടാണ് ഞാൻ ഈ നിയോഗം ഓർത്തത്. അതിനു മുമ്പൊക്കെ ഞാൻ മറന്നുപോയി. അങ്ങനെ ആ വാതിലിനടുത്ത് എത്തുമ്പോഴേക്കും ഞാൻ ഇവളുടെ കാര്യം ഓർത്തു. എന്നിട്ട് ഞാൻ ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതായത് ഞാനിങ്ങനെ ഈശോയോട് പറഞ്ഞു, എന്റെ ഈശോയെ, എന്നെ കെട്ടിച്ചു വിട്ടിരുന്നെങ്കിൽ എനിക്ക് കുട്ടികൾ ഉണ്ടാകുമായിരിക്കും എന്നുള്ള ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. എനിക്ക് ആ ഒരു കഴിവുണ്ട് എന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. ആ കഴിവ് നീ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ഈ മകൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയത്. ഇന്ന് അവൾക്ക് ഒരു പെൺകുഞ്ഞുണ്ട്. അതിന്റെ പേര് ഞാൻ തന്നെയാണ് ഇട്ടത്. അവരുടെ നിർബന്ധപ്രകാരം അനുപമ എന്നാണ് ആ മകൾക്ക് ഞാൻ പേരിട്ടിരിക്കുന്നത്. അത് മാത്രവുമല്ല, ഇവളുടെ വിശ്വാസമാണ് എന്നെ കുറച്ചും കൂടി വിശ്വാസത്തിലേക്ക് ആഴപ്പെടുത്തിയത്. അപ്പൊ അവൾ എന്നോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, സിസ്റ്റർ പറയുന്നില്ലേ, ദൈവം സ്നേഹമാണ്, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. അപ്പം ഇന്ന് എനിക്ക് മനസ്സിലായി, എനിക്കൊരു തിക്തതയിലൂടെ കടന്നു പോകേണ്ടി വന്നെങ്കിലും പക്ഷെ ഈശോ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എനിക്കൊരു മകളെ തന്നതും ഇന്ന് വളരെ ഐശ്വര്യമായിട്ടുള്ള നല്ല സമാധാനപൂർവ്വമായിട്ടുള്ള ഒരു കുടുംബത്തിലെ അവള് ജീവിക്കുകയും ചെയ്യുന്നു. ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളെയും എനിക്കുണ്ട്, അവയെയും നീ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 10:16 എന്ന വചനവാക്യം എൻ്റെ ഉള്ളിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഈ ഒരു വചനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ എപ്പോഴും കുടുംബങ്ങളെ സന്ദർശിക്കുന്നതും അവരോട് ഈശോയുടെ കാര്യങ്ങൾ പങ്കുവെക്കുന്നതും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ ഈ ഒരു രീതിയിൽ ഈ ഒരു സന്യാസി ആയിരുന്നു കൊണ്ട് തന്നെ ഈശോയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഈശോയുടെ വചനം പ്രഘോഷിക്കുന്നുണ്ടെങ്കിൽ, അത് ഞാൻ ഡയറക്റ്റ് ആയിട്ടല്ല, നേരിട്ട് പോയിട്ട് ആരോടും ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നത്, പക്ഷേ എൻ്റെ വാക്കുകളിലൂടെയും ചിന്തകളിലൂടെയും പ്രവൃത്തികളിലൂടെയുമാണ് ചെയ്യുന്നത്. അത് ആർക്കും സാധിക്കാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് ചിലപ്പോൾ ഇവിടെ ആയിരിക്കുന്ന നമുക്ക് ദൂരെ പോയിട്ടൊന്നും സുവിശേഷം പ്രസംഗിക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷെ മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ചിന്തകളെല്ലാം പരിശുദ്ധമാക്കിക്കൊണ്ട് ഈശോയിൽ വസിക്കാം. നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ അറിയുന്ന, നമ്മെ കാത്തുപരിക്കുന്ന നമ്മുടെ ദൈവമാണ് നമ്മോട് കൂടെയുള്ളത്. അത് എവിടെയോ അകലങ്ങളിൽ ഇരിക്കുന്ന ഒരു ദൈവമല്ല നമുക്കുള്ളത്. നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന, നമ്മളെ പരിപൂർണമായി അറിയുന്ന, എന്നെ സ്നേഹിക്കുന്ന, ഞാൻ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ ദൈവം നമ്മെ എപ്പോഴും സഹായിക്കും. ഒരേ ഒരു കാര്യമേ നമുക്ക് വേണ്ടതുള്ളൂ, ഒരു തുറവി. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു തുറവിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു സുവിശേഷ പ്രഘോഷണം മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് ഒത്തിണങ്ങി ഒരുമയോടുകൂടി ഈശോയെ പ്രഘോഷിക്കാം. ബിക്കോസ് ഗോഡ് ഈസ് ഗ്രേറ്റ്, ഹി ഈസ് omnipresent, ഹി ഈസ് പ്രസന്റ് എവ്രിവെയർ, ഹി ഈസ് ഓൾ പവർഫുൾ, ഹി ഈസ് വിത്ത് us. ആ ഒരു ദൈവത്തെ സ്നേഹിക്കാം. ആ ദൈവത്താൽ നമുക്ക് സ്നേഹിക്കപ്പെടാം. താങ്ക് യു സോ മച്ച്. ഗോഡ് ബി പ്രൈസ്ഡ്. താങ്ക് യു സിസ്റ്റർ. ആദ്യമായിട്ട് സിസ്റ്ററിന് ഞങ്ങളുടെ മിസിയോ ഫാമിലി ഓടൊപ്പം എല്ലാവരും ചേർന്നുകൊണ്ട് ഞങ്ങൾ കൺഗ്രാറ്റുലേഷൻസ് പറയുവാണ്. സിസ്റ്ററിൻ്റെ ജൂബിലി ഇയർ ആയിട്ട് ഈ ടെസ്റ്റിമണി ഞങ്ങൾക്ക് പറയാനും
ഞങ്ങൾക്കെല്ലാവർക്കും ഒരു അണ്ടർസ്റ്റാൻഡിങ് സുവിശേഷ പ്രഘോഷത്തിനെ കുറിച്ച് പറഞ്ഞു തരാനും നല്ലൊരു ടച്ചിങ് ടെസ്റ്റിമണി പറയാനായിട്ടും ദൈവത്തിനോട് നന്ദി പറയുന്നു ഫോർ ഗിവിങ് ദിസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ഫോർ ഓൾ ഓഫ് us ടു അണ്ടർസ്റ്റാൻഡ്. കൺഗ്രാജുലേഷൻസ് വൺസ് അഗൈൻ സിസ്റ്റർ. അതേപോലെ ഈ സുവിശേഷ പ്രഘോഷത്തിൻ്റെ ആഴത്തിൽ സിസ്റ്റർ ഒരു ടീച്ചറായിട്ട് ഇനി മുമ്പോട്ട് എല്ലാ കൊച്ചു പിള്ളേർക്കും ഈ സുവിശേഷ പ്രഘോഷണം ചെയ്യാനായിട്ട് ഇടയുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് സ്ലൈഡ് പ്രസൻറ്റേഷന് വേണ്ടി ലൈസമ്മ കോശീനെ ക്ഷണിക്കുന്നു. ടീച്ചർ പറഞ്ഞു ഷെയർ ചെയ്യാൻ പറഞ്ഞു. ടീച്ചർ പറഞ്ഞു തുടങ്ങിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവം സ്നേഹമാണ്. ദൈവം നമ്മളെ എല്ലാവരെയും വ്യക്തിപരമായിട്ട് വ്യവസ്ഥകളൊന്നുമില്ലാതെ നമ്മളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുന്നതെന്നും ആ സ്നേഹം നമ്മൾ ഓരോരുത്തരും അനുഭവിച്ച് അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച് ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്നും നമ്മൾ തിരിച്ചറിഞ്ഞു. പക്ഷെ പലപ്പോഴും നമുക്ക് ഈ സ്നേഹം അനുഭവിക്കാൻ സാധിക്കുന്നില്ല. അതിന്റെ കാരണം നമ്മുടെ പാപാവസ്ഥയാണ്. എന്നാൽ ഈ പാപാവസ്ഥയിൽ നിന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവപുത്രനായ യേശു ക്രിസ്തു കുരിശിൽ മരിച്ച് നമ്മുടെ പാപകടങ്ങളെല്ലാം വീട്ടി നമ്മളെ രക്ഷിച്ച് കഴിഞ്ഞതാണെന്നും ഈ രക്ഷ നമ്മൾ ഓരോരുത്തരും സ്വന്തമാക്കുവാനായിട്ട് കർത്താവ് ഈശോ മിശിഹായിൽ വിശ്വസിച്ച് നമ്മുടെ പാപങ്ങളെ പറ്റി അനുതപിച്ച് മാനസാന്തരപ്പെട്ട് യേശുവിനെ കർത്താവും നാഥനുമായ ഹൃദയത്തിൽ സ്വീകരിച്ച് ആദരം കൊണ്ട് ഏറ്റുപറയുമ്പോൾ അവിടുന്ന് തന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നമ്മളിൽ നിറയ്ക്കുമെന്നും അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് ആ ദൈവസ്നേഹം അനുഭവിക്കുന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗമായി തീരുമെന്നും നമ്മൾ തിരിച്ചറിഞ്ഞു. ഇങ്ങനെ ദൈവസ്നേഹം നിറഞ്ഞ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി നിന്നുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കടമയാണ് സുവിശേഷ പ്രഘോഷണം. അതെ സ്നേഹമുള്ളവരെ, അത് തന്നെയാണ് ഈശോ നമുക്ക് തന്നിരിക്കുന്ന വലിയ കൽപ്പന. നമുക്കറിയാം, ഈശോയുടെ പീഡാസഹനത്തിന് മുമ്പ് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയല്ല, നിങ്ങൾക്ക് ഞാനൊരു സഹായകനെ നൽകുമെന്ന്. എന്നാൽ പീഡാസഹന സമയത്ത് ഈശോ പറഞ്ഞു, നിങ്ങൾ ഒരു പുതിയ കൽപ്പന ഈശോ നമുക്ക് എല്ലാവർക്കും നൽകി. അതായത് പരസ്പര സ്നേഹത്തിന് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമെന്ന് ഉള്ള വലിയ കൽപ്പന തന്നു. വീണ്ടും ഈശോയുടെ ഉത്ഥാനം കഴിഞ്ഞ് സ്വർഗാരോഹണത്തിന് മുമ്പ് ശിഷ്യന്മാരെ ഏൽപ്പിച്ച മഹാകൽപ്പനയാണ് സുവിശേഷ പ്രഘോഷണം എന്നുള്ളത്. നാൻസിയുടെ പ്രഘോഷണത്തിലൂടെയും സിസ്റ്റർ വിമലയുടെ ടെസ്റ്റിമണിയിലൂടെയും നമ്മൾ തിരിച്ചറിഞ്ഞതാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വചനങ്ങളിൽ അത് തന്നെയാണ് ഈശോ പറയുന്നത്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. മിസ്റ്റർ മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വചനത്തിൽ പറയുന്നു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കും. അത് ഈശോ നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ കൽപ്പന. അത് മറ്റൊന്നുമല്ല, നിങ്ങൾ ലോകമെങ്ങും നമ്മൾ ഓരോരുത്തരും സുവിശേഷമായി തീർന്നുകൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുക. സ്നേഹമുള്ളവരെ, ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് പരിശുദ്ധ ത്രിത്വത്തിന്റെ കൂട്ടായ്മയിൽ നിന്നാണ്. കൂട്ടായ്മയിൽ നിന്ന് ഐക്യപ്പെട്ട യേശു. അതാണ് ഏഷ്യയിലെ സഭയില് ജോൺ പോൾ II പാപ്പ പറയുകയാണ്, മനുഷ്യനെ സംബന്ധിച്ച ഏറ്റവും മൗലികമായ സത്യത്തിൽ നിന്ന്, അതായത് സൃഷ്ടാവിനോടും പരിശുദ്ധാത്മാവിൽ ക്രിസ്തു സാധിച്ച രക്ഷയോടുമുള്ള ബന്ധത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട സമൂഹം ജീവന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് വഴിതെറ്റി അകന്നകന്നു പോകുകയുള്ളൂ. മാനസാന്തരത്തിലേക്കും വരപ്രസാദത്തിലേക്കും ജ്ഞാനത്തിലേക്കുമുള്ള ഒരു വിളി എന്ന നിലയിലുള്ള
നവീന സുവിശേഷവൽക്കരണമാണ് കൂടുതൽ നല്ല ലോകത്തിനും കൂടുതൽ പ്രകാശപൂർണമായ ഭാവിക്കും വേണ്ടിയുള്ള യഥാർത്ഥമായ ഏക പ്രത്യാശ. പാപ്പ ഇത് പറയുമ്പോൾ നമുക്കറിയാം, ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് പരിശുദ്ധ ത്രിത്വത്തിന്റെ കൂട്ടായ്മയിൽ നിന്നാണ് യേശു അയക്കപ്പെടുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വത്തിന്റെ ആ കൂട്ടായ്മയിൽ നിന്ന് പിതാവിനാൽ അയക്കപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ പിതാവിനാൽ അയക്കപ്പെട്ട ഈശോ ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്തത് ഒരു ശിഷ്യ സമൂഹത്തെ രൂപപ്പെടുത്തുകയായിരുന്നു. ആ ശിഷ്യരെ ഈശോ കൂടെ കൊണ്ട് നടന്ന് അവരെ വേണ്ട വിധം എല്ലാം പഠിപ്പിച്ച്, അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, അവരെ ഒരുക്കി, അവരെ ശാസിക്കേണ്ട സമയത്ത് ശാസിച്ച്, നമുക്കറിയാം മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ അവരെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞ് ഓരോ പ്രാവശ്യം ഈശോ ഇങ്ങനെ കൂടെ നടന്ന് അവരെ ഒരുക്കുകയാണ് ചെയ്തത്. ഈശോ എപ്പോഴും പറയുന്ന കാര്യം ഇതാണ്, ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുകയാണ്, പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ഭക്ഷണം. അപ്പൊ ഈശോയുടെ എല്ലാ പ്രവർത്തനങ്ങളും, താതാത്മ്യ പഠനങ്ങളും, അത്ഭുതങ്ങൾ, പ്രാർത്ഥന പഠനങ്ങൾ, ഇവയെല്ലാം സുവിശേഷമായിരുന്നു. ഈശോ ദൈവരാജ്യത്തെ പറ്റി പ്രഘോഷിച്ചു. അത് ഉപമകളിലൂടെയും സുവിശേഷ ഭാഗ്യങ്ങളിലൂടെയും എല്ലാം പ്രഘോഷിച്ചിട്ട് ഈ ദൈവരാജ്യം ദൈവരാജ്യം എന്ന് ഈശോ പറഞ്ഞത് അത് അവനെ തന്നെ കുറിച്ച് തന്നെയാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പിന്നീട് ശിഷ്യന്മാർക്ക് മനസ്സിലാക്കുകയാണ് ചെയ്തത്. ആദ്യ പ്രേക്ഷിതന്റെ തീഷ്ണത നമ്മൾ ലൂക്ക 4:43 വചനത്തിൽ കാണുന്നുണ്ട്. എന്നാൽ അവൻ പറഞ്ഞു, മറ്റു പട്ടണങ്ങളിൽ ഞാൻ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു, അതിനുവേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ഈശോയുടെ അത്ഭുത പ്രവർത്തികളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കൂടെ നിന്നിരുന്ന ജനം പറഞ്ഞു, ഞങ്ങളെ വിട്ടു പോകരുത്, ഈ പട്ടണത്തിൽ താമസിക്കുക എന്ന്. അപ്പോൾ ഈശോ പറയുകയാണ്, എനിക്ക് മറ്റു പട്ടണങ്ങളും പോയി സുവിശേഷം പ്രഘോഷിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ തന്റെ ദൗത്യത്തെ പറ്റി കൃത്യമായിട്ടുള്ള ബോധ്യം ഈശോയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഓരോ പ്രാവശ്യവും ഈശോ ശിഷ്യന്മാരെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരുന്നത്. നമുക്കറിയാം, ഈശോയെ കണ്ടുമുട്ടിയവരെല്ലാം പ്രേക്ഷിതരായിട്ട് മാറുകയാണ്. നമ്മുടെ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ സമരിയക്കാരുടെ ഈ സ്ത്രീ, അവള് ഈശോയുടെ കണ്ടുമുട്ടുമ്പോൾ ആ രക്ഷകനെ കണ്ട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ ഓടിപ്പോയി ആ ഗ്രാമത്തോട് മുഴുവൻ സുവിശേഷം പറഞ്ഞ്, ഞാൻ എൻ്റെ രക്ഷകനെ കണ്ടുമുട്ടി, ഞാൻ ഒരാളെ കണ്ട്, നിങ്ങൾ വന്ന് കാണുവിനെന്ന് പറഞ്ഞ് ആ ഗ്രാമത്തെ മുഴുവൻ കൂട്ടിക്കൊണ്ട് വരികയാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള സുവിശേഷം. നമ്മൾ കണ്ടുമുട്ടിയ യേശുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. അത് തന്നെയാണ് അന്ത്രയോസ് ഷെമോനെ കൂട്ടിക്കൊണ്ട് വരുന്നത്. യോഹന്നാന്റെ ശിഷ്യന്മാര് ആണ് ഇവര് രണ്ടാളും. അപ്പം അന്ത്രയോസ് ഞാൻ മിശിഹായെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഷിമോനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അതുപോലെ ഫിലിപ്പോസ് നഥാനിയോലിനോടും അങ്ങനെ ഈശോയെ കണ്ടുമുട്ടി ഈശോയെ അനുഭവിക്കുന്നവരെല്ലാം അവന്റെ ശിഷ്യന്മാരായിട്ട് മാറി ഈശോയെ പ്രഘോഷിക്കുകയാണ് ചെയ്യുന്നത്. ഈ ശിഷ്യ സമൂഹത്തെ ഈശോ കൂടെ കൊണ്ട് നടന്ന് പരിശീലിപ്പിച്ചു കഴിഞ്ഞപ്പോഴേ അവരുടെ ആ സ്വഭാവത്തില് ആ രൂപാന്തരീകരണം സംഭവിക്കുകയാണ്. ആ സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം അവര് നിറഞ്ഞുകൊണ്ട് ആ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് അവരെ പ്രാപ്തരാക്കുകയായിരുന്നു യേശു ചെയ്തത്. ശിഷ്യ സമൂഹം ഇങ്ങനെ ഈശോയുടെ കൂടെ നടക്കുമ്പോൾ അവന് നമുക്കറിയാം, ചില സമയത്ത് ഈശോ ഇവരെ വഴക്ക് പറയുന്നുണ്ട്. കാരണം അവരില് ഏറ്റക്കുറച്ചിലുകൾ, ആരാണ് വലുത് ആരാണ് ചെറുത് എന്നുള്ള തർക്കമൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇടയ്ക്ക്. അതിനൊക്കെ ഈശോ ശാസിച്ച് അവരെ കൂടെ കൊണ്ടു നടന്ന് പരിശീലിപ്പിച്ച് നല്ല പ്രഘോഷകരാക്കി അവരെ മാറ്റുകയാണ് ചെയ്തത്. എന്നാല് ഈ ശിഷ്യന്മാർക്ക് വചനം പ്രഘോഷിക്കാനായിട്ടുള്ള ധൈര്യം അവർക്ക് ലഭിക്കുന്നത് അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ മാത്രമാണ്. ഈശോ സ്വർഗാരോഹണത്തിന് മുമ്പ് ഇവരോട് കൃത്യമായിട്ട് പറഞ്ഞു അവരെ ദൗത്യം ഏൽപ്പിച്ചു. പക്ഷേ അവർ ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുന്നത്, യേശുവിനെ പ്രഘോഷിക്കുന്നത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോഴാണ്. യേശുവിനാൽ അയക്കപ്പെട്ട ഒരു സമൂഹമാണ് ശിഷ്യരും ആദിമസഭയും. യേശു നൽകിയ ദൗത്യം പൂർണ്ണമായിട്ട് നിർവഹിക്കാനായിട്ട് ശിഷ്യന്മാർക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഈശോ ഉത്ഥാനം ചെയ്തു കഴിഞ്ഞ് 40 ദിവസം ശിഷ്യന്മാരോട്
10 ഈ ഭൂമിയിൽ കഴിഞ്ഞു. അപ്പോഴൊക്കെ ദൈവരാജ്യത്തെ കുറിച്ചും ഒക്കെ ഈശോ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഈശോ അവരോട് പറയുകയാണ്, നിങ്ങൾ ജെറുസലം വിട്ടു പോകരുത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ആഗമനം കാത്തിരിക്കുക, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുക. വീണ്ടും ആ വചനം തുറന്നു പറയുകയാണ്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തില് ഒരുപാട് അന്തരാർത്ഥങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. കാരണം ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും എന്നാണ് വചനം പറയുന്നത്. ഈ ജെറുസലേം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം എന്ന വ്യക്തി, നമ്മുടെ കുടുംബം തന്നെയാണ്. അതായത് സുവിശേഷം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണമെങ്കിൽ നമ്മൾ സുവിശേഷമാകണം. നമ്മളെ കീറിമുഴിക്കാത്ത ഒരു വചനത്തിന് പറ്റി നമുക്ക് പ്രഘോഷിക്കാൻ സാധിക്കുകയില്ല. ദൈവം സ്നേഹമാണെന്ന് നമ്മൾ അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ ആ ദൈവസ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുടുംബത്തിൽ സുവിശേഷമായി, വീണ്ടും യൂദയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധുജനങ്ങളാണ്, ബന്ധുജനങ്ങളിലേക്ക് നമ്മൾ സുവിശേഷമായി കൊണ്ട് നമ്മുടെ പ്രവർത്തികളിലും വാക്കുകളിലും എല്ലാം നമ്മൾ ആ സുവിശേഷമായി അവർക്ക് സുവിശേഷമേകണം. സമരിയ എന്ന് പറഞ്ഞ വിജാതിയരുടെ നാടാണ്. ആ വിജാതിയരിലേക്ക് പോകുന്നത് നമ്മുടെ കുടുംബത്തിലും ബന്ധുക്കളിലും ഒക്കെ സുവിശേഷം പകർന്നു കൊടുത്തിട്ട് വേണം നമ്മൾ വിജാതിയരിലേക്ക് പോകാനായിട്ട്. അങ്ങനെ നമ്മൾ ലോകത്തിന്റെ അതിർത്തികൾ വരെയും യേശുവിന് സാക്ഷികളായി സുവിശേഷം പ്രഘോഷിക്കണം എന്നുള്ളതാണ് ഈശോ നമുക്ക് തന്നിരിക്കുന്ന വലിയ കൽപ്പന. നമുക്കറിയാം, ശിഷ്യന്മാരെ യേശു അയച്ചത് പിതാവ് ആ കൂട്ടായ്മയിൽ നിന്നാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20:21 വചനം പറയുന്നു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞാൽ പിതാവ് ഈശോയെ അയച്ചത് എങ്ങനെയാണ്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന കൂട്ടായ്മയിൽ നിന്നാണ്. ആ കൂട്ടായ്മയിൽ നിന്ന് ശിഷ്യരെ അയച്ചു. എന്തിനായിട്ടാണ്? സുവിശേഷം ജീവിക്കാനും സുവിശേഷം പങ്കുവയ്ക്കുവാനും. അപ്പോൾ സുവിശേഷം ജീവിച്ചുകൊണ്ട് സുവിശേഷം പ്രഘോഷിക്കണം എന്നുള്ളത് വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ജീവിക്കാണ്ട് പ്രഘോഷിക്കുന്ന ഒരു സുവിശേഷത്തിന് അതില് പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടാകുകയില്ല, അത് ഉൾക്കൊള്ളാൻ കേൾക്കുന്നവർക്ക് സാധിക്കുകയുമില്ല. ഈ സഭയാകുന്ന കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട്. നമുക്കറിയാവുന്ന പോലെ മാമോദിസ വഴി നമ്മളെല്ലാവരും സഭയുടെ അംഗമായി തീരുന്നു. അന്ന് മുതൽ തന്നെ സുവിശേഷം ജീവിക്കാനും പ്രഘോഷിക്കാനുള്ള വലിയ ദൗത്യമാണ്, ഉത്തരവാദിത്വമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. എന്നാൽ സ്ഥൈര്യലേപനത്തിലൂടെ അല്ലെ തൈലാഭിഷേകത്തിലൂടെ പ്രേക്ഷിത പ്രവർത്തനത്തിനുള്ള വലിയ ധൈര്യവും കൃപയും ലഭിക്കുന്നു. അതായത് പരിശുദ്ധാത്മാവ് നമ്മളെ നിറഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ വലിയ ദൗത്യം അതിന്റെ പൂർണ്ണതയിൽ നിറവേറ്റുവാനായിട്ട് സാധിക്കുന്നത്. യോഹന്നാൻ 15:16 വചനം പറയുന്നു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. സ്നേഹമുള്ളവരെ, നമ്മളെ ഓരോരുത്തരെയും ഈശോ പേര് ചൊല്ലി വിളിച്ചതാണ് ഈ ദൗത്യം നിർവഹിക്കാനായിട്ട്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെ ക്രിസ്തുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സമൂഹമാണ് നമ്മൾ ലോകം മുഴുവൻ പോയി നമ്മൾ അനുഭവിച്ച ആ സന്തോഷം, നമ്മൾ അനുഭവിച്ച ആ സുവിശേഷം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. സുവിശേഷത്തിന്റെ ആനന്ദത്തിലെ ഫ്രാൻസിസ് പാപ്പ പറയാണ്, ദൈവജനത്തിലെ എല്ലാ അംഗങ്ങളും മാമോദിസയുടെ ശക്തിയാൽ പ്രേക്ഷിത ശിഷ്യരായി തീർന്നിട്ടുണ്ട്. മാമോദിസ സ്വീകരിച്ചവരെല്ലാം സഭയിൽ അവർക്കുള്ള സ്ഥാനമോ അവർക്ക് ലഭിച്ച വിശ്വാസ പരിശീലനത്തിന്റെ അളവോ എന്തായിരുന്നാലും സുവിശേഷവൽക്കരണ പ്രവർത്തകരാണ്. സ്നേഹമുള്ളവരെ, നാൻസി നമ്മളോട് കൃത്യമായിട്ട് പറഞ്ഞു, ഈ സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത് സിസ്റ്റേഴ്സിന്റെ അല്ലെ അച്ഛന്മാരുടെയൊക്കെ കടമയാണ് എന്നാണ് ധരിച്ചിരുന്നത്. അത് ഒരിക്കലും എൻ്റെ കടമയായിട്ട് ചിന്തിച്ചിരുന്നില്ല. ഇത് തന്നെയാണ് സ്നേഹമുള്ളവരെ എനിക്കും പറയാനുള്ളത്. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സുവിശേഷം പ്രഘോഷിക്കുക, അത് അച്ഛന്മാരുടെ സിസ്റ്റേഴ്സിന്റെ ഒക്കെ മാത്രം പണിയാണ് എന്ന് വിചാരിച്ചിരുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. ആ തിരിച്ചറിവ് ഉണ്ടാകാനായിട്ട് ഒരുപാട് വൈകിപ്പോയി എന്നുള്ളതാണ്. പക്ഷെ ആ വൈകിപ്പോയി എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് നമുക്ക് പിന്തിരിഞ്ഞു പോകാൻ ഒരു
അവകാശവുമില്ല. നമ്മുടെ പരമപ്രധാനമായിട്ടുള്ള കടമയാണ് സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത്. ആദിമസഭയുടെ സുവിശേഷ പ്രഘോഷണ രീതി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ജീവിതവും പ്രവർത്തനവും എല്ലാം യേശുവിനെ പ്രഘോഷിക്കുന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നു. എവിടെയൊക്കെ പീഡനങ്ങൾ ഉണ്ടായോ അപ്പോഴെല്ലാം അവർ പൂർവാധിക ശക്തിയോടുകൂടി വചനം പ്രഘോഷിക്കുകയാണ് ചെയ്തത്. നമുക്കറിയാം, സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു കഴിഞ്ഞ ശിഷ്യന്മാരൊക്കെ ചിതറിക്കപ്പെട്ടു. പക്ഷെ ആ ചിതറിപ്പിക്കപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ഇവർ ചെന്ന് പൂർവാധികം ശക്തിയോടെ ആത്മനിറവോടെ വചനം പ്രഘോഷിച്ചു. അങ്ങനെ യേശുവിനെ പകർന്നു കൊടുത്തു. അപ്പൊ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ സുവിശേഷം പ്രഘോഷിക്കാതിരിക്കാൻ ഒരു വ്യക്തിക്ക് സാധ്യമാകില്ല എന്നുള്ളതാണ് പൗലോസ്ലീഹായും നമ്മളോട് പറഞ്ഞു തരുന്നത്. അതാണ് റോമാലേഖനം 15:19 പറയുന്നത്, ഞാൻ ജെറുസലേം തുടങ്ങി ഇല്ലീറിക്കോൺ വരെ ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിന്റെ സുവിശേഷം പൂർത്തിയാക്കി. സാവൂളായിരുന്ന പൗലോസ്ലീഹയായിട്ട് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് യേശുവിനെ എല്ലാവരിലും എത്തിക്കുക എന്നുള്ള ആ ഒരു ദൗത്യ ഹൃദയത്തെ സ്വീകരിച്ചുകൊണ്ട് ഏകദേശം 16,000 കിലോമീറ്ററാണ് പൗലോസ്ലീഹ ചുറ്റി സഞ്ചരിച്ചതെന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അത്രയധികം തീഷ്ണതയോടെ, ബോധ്യത്തോടെ, ധൈര്യത്തോടെ, സ്നേഹത്തോടെ എല്ലാ സാഹചര്യങ്ങളിലും സുവിശേഷം ആയിക്കൊണ്ട് സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് പൗലോസ്ലീഹയ്ക്ക് സാധിച്ചു. ഇത് തന്നെയാണ് സ്നേഹമുള്ളവരെ നമ്മൾ ഓരോരുത്തരിൽ നിന്നും ഈശോ ആഗ്രഹിക്കുന്നത്. പൗലോസിന്റെ പ്രേക്ഷിത തീഷ്ണതയെ പറ്റി റോമാലേഖനം 8:35 വീണ്ടും വചനം പറയുന്നു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ, എന്ത് പ്രതിസന്ധി ഉണ്ടായാലും യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ സാധിക്കില്ല എന്ന് പൗലോസ്ലീഹ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. നമുക്കറിയാം, ഈ ശിഷ്യന്മാര് അവര് എത്തിയ സ്ഥലങ്ങളിലെല്ലാം ഒരു സുവിശേഷാത്മക സമൂഹത്തെ രൂപപ്പെടുത്തുക. കാരണം കൂട്ടായ്മയിൽ മാത്രമേ സുവിശേഷം പ്രഘോഷിക്കാനും ആ പ്രഘോഷിക്കുന്ന സുവിശേഷം ഫലപ്രകടിക്കാനും സാധിക്കുകയുള്ളൂ എന്ന് ശിഷ്യന്മാർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് അവർ ചെന്നെത്തിയ സ്ഥലങ്ങളിലെല്ലാം സുവിശേഷാത്മക സമൂഹത്തെ രൂപപ്പെടുത്തിക്കൊണ്ട് വചനം പ്രഘോഷിക്കുകയാണ്. അതാണ് നമ്മള് അപ്പോസ്തല പ്രവർത്തനത്തിൽ കാണുന്നത്. അവര് അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിലെല്ലാം സദാ പങ്കുകൊണ്ടിരുന്നു. ആ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് വചനം പ്രഘോഷിക്കുക, യേശുവിനെ പ്രഘോഷിക്കുക, യേശുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. ഓരോരുത്തരുടെയും ആവശ്യത്തില് അവരെ സഹായിച്ചുകൊണ്ട്, അതായത് വിശക്കുന്നവന് ഭക്ഷണമായിട്ടും രോഗാവസ്ഥയിലായിരിക്കുന്ന രോഗസൗഖ്യം നൽകിക്കൊണ്ടും ഒക്കെയാണ് ശിഷ്യന്മാര് വചനം പ്രഘോഷിച്ചത്. ഇന്ന് നമ്മുടെ ദൗത്യം, അല്ല ഇന്ന് എന്റെ ദൗത്യം എന്താണ്? സുവിശേഷം ജീവിക്കുക, സുവിശേഷം പ്രഘോഷിക്കുക. ജീവിക്കുന്ന സുവിശേഷം അത് പ്രഘോഷിക്കുക. സുവിശേഷം ജീവിക്കാതെ സുവിശേഷം പ്രഘോഷിച്ചാല് അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അവിടെ വെറും അധവായ വ്യായാമം മാത്രമായിട്ട് മാറുകയാണ്. ജീവിക്കാതെ പ്രഘോഷിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും? എനിക്ക് ദുരിതം, എൻ്റെ കുടുംബത്തിന് ദുരിതം, സഭയ്ക്ക് ദുരിതം, സമൂഹത്തിന് ദുരിതം. അങ്ങനെ സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ള നമ്മുടെ അടിസ്ഥാനപരമായ ആ കടമ നിറവേറ്റാനായിട്ട് നമ്മൾ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നിറവില് സുവിശേഷം പ്രഘോഷിക്കാനായിട്ടുള്ള ആത്മധൈര്യം നേടിക്കൊണ്ട് ലോകം മുഴുവൻ സുവിശേഷത്തിന് സാക്ഷികളാകുവാനായിട്ട് നമ്മളെ ഇന്ന് സഭ ആഹ്വാനം ചെയ്യുകയാണ്. 1 കൊരിന്ത്യൻസ് 9:16 വചനം പറയുന്നു, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല, കാരണം അതെന്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. എന്റെ കടമ നിർവഹിക്കുന്നതിൽ ഞാൻ അഹങ്കരിക്കാനായിട്ട് യാതൊന്നുമില്ല, കാരണം അത് ചെയ്യുക എന്നുള്ളത് എന്റെ മൗലികമായിട്ടുള്ള കടമയാണ്. എന്നാല് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. പിന്നെ അപ്പോസ്തല പ്രവർത്തനം 4:20 വചനം പറയുകയാണ്, എന്തെന്നാൽ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. ശിഷ്യന്മാരെല്ലാം ഈശോയെ കണ്ടു, ഈശോയെ കേട്ടു, ഈശോയുടെ കൂടെ നടന്ന് ഈശോ അവരെ പഠിപ്പിച്ചു. അപ്പൊ ആ കാര്യങ്ങൾ അവർക്ക് പ്രഘോഷിക്കാതിരിക്കാൻ സാധ്യമില്ല എന്ന് വചനം പറയുകയാണ്. വീണ്ടും 1 യോഹന്നാൻ 1:1 വചനം പറയുന്നു, ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും
സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. അതെ, അവര് ശിഷ്യന്മാര് കണ്ടതാണ്. യേശുവിനെ കണ്ടു, യേശുവിനെ കേട്ടു, സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു. അവര് സൂക്ഷിച്ചു വീക്ഷിച്ചു, കൈകൊണ്ട് തൊട്ട് സ്പർശിച്ചു. അങ്ങനെ ആ ഒരു ജീവന്റെ വചനമാണ് ഞങ്ങൾ പ്രഘോഷിക്കുന്നത് എന്നുള്ളത് യോഹന്നാൻ 1:1 വചനം പറയുകയാണ്. സുവിശേഷ ത്തിന്റെ ആനന്ദം എന്ന ഫ്രാൻസിസ് പാപ്പയുടെ അപ്പസ്തോലിക ആഹ്വാനത്തിൽ പറയുകയാണ്, സുവിശേഷ പ്രസംഗത്തിന് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിന്റെ തീക്ഷ്ണവും സന്തോഷകരവുമായ ഒരു അനുഭവമാകാൻ ദൈവവചനവുമായിട്ടുള്ള ആശ്വാസദായകമായ ഒരു അഭിമുഖീകരണമാകാൻ നവീകരണത്തിന്റെയും വളർച്ചയുടെയും നിരന്തരമായ ഒരു ഉറവിടമാകാൻ കഴിയും. സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ, യേശുവിനെ പ്രഘോഷിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിന്റെ നിറവില് ദൈവസ്നേഹം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് എല്ലാവർക്കും സാധിക്കുന്നു എന്നുള്ളതാണ്. വീണ്ടും 136 ഖണ്ഡികയില് ഫ്രാൻസിസ് പാപ്പ പറയുകയാണ്, പ്രസംഗകനിലൂടെ മറ്റുള്ളവരിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നത് ദൈവമാണെന്നും മനുഷ്യന്റെ വാക്കുകളിൽ കൂടി അവിടുന്ന് തന്റെ ശക്തി പ്രകടമാക്കുന്നു എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സുവിശേഷ പ്രസംഗത്തിലുള്ള നമ്മുടെ ആത്മവിശ്വാസം നമുക്ക് നവീകരിക്കാം. അതെ സ്നേഹമുള്ളവര്, പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുമ്പോൾ, ദൈവസ്നേഹം നമ്മളിൽ നിറഞ്ഞു കഴിയുമ്പോൾ, ആ നമ്മൾ അനുഭവിക്കുന്ന ആ ദൈവസ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവിടെ ലഭിക്കുന്ന ആനന്ദം മറ്റൊന്നിനും ലഭിക്കില്ല എന്നുള്ളതാണ്. വീണ്ടും സുവിശേഷത്തിന്റെ ആനന്ദം 150 ഖണ്ഡികയിലെ പാപ്പ പറയുകയാണ്, ഫ്രാൻസിസ് പാപ്പ പറയുകയാണ്, ഇന്നും സാക്ഷികളെ ശ്രമിക്കുന്നത് ആളുകൾക്ക് വലിയ ഇഷ്ടമാണ്. നമ്മളിപ്പോൾ സിസ്റ്ററിന്റെ സാക്ഷ്യം കേട്ടു, നമ്മളെല്ലാവരും ഇങ്ങനെ കാതോർത്ത് ശ്രദ്ധിക്കുകയായിരുന്നു. കാരണം ആ ജീവിക്കുന്ന സുവിശേഷമായി അവരുടെ അനുഭവ സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഒത്തിരി പ്രചോദനമേകുന്നതാണ്. പാപ്പ തുടർന്ന് പറയാണ്, അവർ ആധികാരികതയ്ക്ക് വേണ്ടി ദാഹിക്കുകയും അവർ ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന പോലെ തങ്ങൾക്ക് അറിയാവുന്നതും പരിചിതവുമായ ഒരു ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ സുവിശേഷ പ്രവർത്തകരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾക്ക് സുവിശേഷ പ്രഘോഷണം എന്ന ദൗത്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് ഒരു വകുപ്പില്ല എന്നുള്ളതാണ്, നമ്മളുടെ കടമയാണ്. വീണ്ടും പാപ്പ സുവിശേഷത്തിന്റെ ആനന്ദം 151 ഖണ്ഡികയിൽ പറയാണ്, കർത്താവിന്റെ വചനത്തെ മറ്റുള്ളവരിലേക്ക് കൈമാറുന്നതിന് മുമ്പ് അതിനെ തങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കാൻ സമ്മതിക്കുന്ന ജീവസുറ്റ സ്വതന്ത്രരായ സർഗാത്മകതയുള്ള വ്യക്തികൾ എന്ന നിലയിൽ നമ്മെ ഉപയോഗപ്പെടുത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതായത് കർത്താവിന്റെ വചനം നമ്മളെ കീറിമുറിച്ചിട്ട് വേണം അത് നമ്മൾ പ്രഘോഷിക്കാനായിട്ട്. എന്നെ കീറിമുറിക്കാത്ത വചനത്തിന് ഞാൻ പ്രഘോഷിക്കുമ്പോൾ മറ്റുള്ളവരെ യാതൊരു പരിവർത്തനവും വരുത്താനായിട്ട് സാധ്യമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സുവിശേഷമായിക്കൊണ്ട് ഞാൻ സുവിശേഷം ജീവിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും സുവിശേഷമായിക്കൊണ്ട് മറ്റുള്ളവർക്ക് യേശുവിനെ പകർന്നു കൊടുക്കുമ്പോഴാണ് ആ സുവിശേഷ പ്രഘോഷണത്തിന്റെ ഫലം അത് ഫലപ്രകടിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രക്ഷകന്റെ മിഷനില് ജോൺ പോൾ പാപ്പ പറയുകയാണ്, തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ശ്രേഷ്ഠമായ ഈ പദവി സ്വന്തം മേന്മകളിൽ നിന്നുള്ളതല്ല, അത് യേശുക്രിസ്തുവിന്റെ പ്രത്യേകമായ കൃപയാലാണ്. ഈ കൃപയോട് വിചാരം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സഹകരിക്കുന്നില്ലെങ്കിൽ അവർ രക്ഷിക്കപ്പെടുകയില്ലെന്ന് മാത്രമല്ല, കൂടുതൽ കർശനമായി വിധിക്കപ്പെടുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു കൃപ തന്നെയാണ് സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത്. ആ സുവിശേഷ പ്രഘോഷണത്തില് നമ്മളെല്ലാവരും പങ്കുകാരാകുക. വീണ്ടും ഫ്രാൻസിസ് പാപ്പ ക്രിസ്തു ജീവിക്കുന്നു എന്ന അപ്പസ്തോലിക ആഹ്വാനത്തിൽ പറയുകയാണ്, നിങ്ങളാണ് ദൈവത്തിന്റെ ഇപ്പോൾ. ഇന്ന് സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് സഭ ആ ദൗത്യം നമ്മളെ ഓരോരുത്തരെയുമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. 254 ഖണ്ഡികയില് പാപ്പ പറയാണ്, മനുഷ്യ ഹൃദയങ്ങളിലായിരിക്കുക എന്ന മിഷൻ എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അതെനിക്ക് എടുത്തു കളയാവുന്ന ഒരു ബാഡ്ജല്ല. അത് ഞാൻ എന്നെ തന്നെ നശിപ്പിച്ചാലല്ലാതെ എന്നിൽ നിന്നും പിഴുതെറിയാനാവില്ല. ഞാൻ ഈ ഭൂമിയിൽ ഒരു മിഷനാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. അതേ സ്നേഹമുള്ളവരെ, എനിക്കൊരു മിഷൻ ഉണ്ടെന്നല്ല പാപ്പ പറയുന്നത്, ഞാൻ ഈ ഭൂമിയിൽ ഒരു മിഷനാണ്. ആ ഒരു ദൗത്യം പൂർണ്ണമായിട്ടും തിരിച്ചറിഞ്ഞ് കൊണ്ടാണ് പാപ്പ അത്
നമ്മൾ എഴുതുന്നതും നമ്മളെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുന്നതും. അപ്പോൾ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് വീണ്ടും വീണ്ടും നമ്മളെ സഭ ആഹ്വാനം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് ആണ് സുവിശേഷ പ്രഘോഷണത്തിന്റെ മുഖ്യ പ്രവർത്തകൻ. പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിലൂടെ മാത്രമേ, അതാണ് പ്രഘോഷകനിലും കേൾക്കുന്നതിലും പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോഴാണ് സുവിശേഷ പ്രഘോഷണം ഫലപ്രദമാകുന്നത്. ഇന്ന് ലോകത്തിലെ നടക്കുന്ന എല്ലാ അക്രമങ്ങൾക്കും അനീതിക്കും കാരണം ലോകം മുഴുവൻ സുവിശേഷം എത്തിയിട്ടില്ല എന്നുള്ളതാണ് കൊണ്ട് മാത്രമാണ്. ഈ ദൗത്യം നിർവഹിക്കാനായിട്ട് മറ്റാരുമില്ല, ഞാൻ തന്നെയാണ് ഇറങ്ങേണ്ടത് എന്നുള്ള ബോധ്യമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. അതെ, സ്നേഹമുള്ളവരെ, പൗലോസ്ലിയുടെ വാക്കുകൾ ഞാൻ ആവർത്തിക്കുകയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല, അതെന്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം, സഭയ്ക്ക് ദുരിതം, സമൂഹത്തിന് ദുരിതം. സ്നേഹമുള്ളവരെ, സുവിശേഷം പ്രസംഗിക്കുന്നതിലൂടെ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? നമ്മൾക്ക് ലഭിക്കുന്നത് പൂർണ്ണമായിട്ടുള്ള ആനന്ദവും സൗഭാഗ്യവുമാണ്. നിത്യജീവനും സ്വർഗഭാഗ്യവുമാണ്, സൗഭാഗ്യവുമാണ് സുവിശേഷം പ്രഘോഷിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും സുവിശേഷമായിക്കൊണ്ട് സുവിശേഷമേകുക എന്നുള്ള വലിയ ദൗത്യം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ കടമ, അതിന്റെ പൂർണ്ണതയെ നിർവഹിക്കാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ നിറവ് നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ. ഈ മിസിയോയിലൂടെ അനേകരിലേക്ക് സുവിശേഷം എത്തിക്കുവാനായിട്ടുള്ള വലിയ കൃപ ദൈവം നമ്മളുടെ ഓരോരുത്തരുടെയും മേല് ചൊരിഞ്ഞിരിക്കുന്നു എന്നുള്ള വലിയൊരു ബോധ്യത്തോടു കൂടി തന്നെ സുവിശേഷമായിക്കൊണ്ട് സുവിശേഷമേകുവാനായിട്ട് നമുക്കെല്ലാവർക്കും ദൈവത്തിന്റെ ആ സുവിശേഷം ലോകം മുഴുവൻ എത്തിക്കുവാനായിട്ടുള്ള ആ വലിയ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് ഒന്നിച്ച് മുന്നേറാം. ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആമേൻ. സ്ലൈഡ് പ്രസന്റേഷനിലൂടെ ലിസാമ്മ ചേച്ചി നമുക്കെല്ലാവർക്കും ആഴത്തിൽ മനസ്സിലാക്കി തന്നു സുവിശേഷ പ്രഘോഷത്തിനെ കുറിച്ച്. നമ്മളെല്ലാവർക്കും ഇന്ന് മുതൽ ആഴത്തിൽ ചിന്തിക്കാം, നമ്മൾ എന്തുമാത്രം ഒരുങ്ങണം സുവിശേഷം ആകാനും സുവിശേഷം പ്രഘോഷണം ചെയ്യാനും. നമ്മൾ ദൈവത്തിനെ എല്ലാവർക്കും പകർന്നു കൊടുക്കാനും, നമ്മുടെ രീതിയിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മളെ കൊണ്ട് പറ്റാവുന്ന സ്ഥലത്തെല്ലാം ദൈവത്തിനെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാനും, നമ്മൾ അത് ആഴത്തിൽ കൂടുതൽ എളിമപ്പെട്ട് മനസ്സിലാക്കാനും, നമ്മളൊരു മിഷനായിട്ട് മാറാനും നമ്മളെല്ലാവരും ഇന്ന് മുതൽ കൂടുതൽ ആഴത്തിൽ ചിന്തിച്ച് ഒരുങ്ങാനും നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. അടുത്ത പിതാവിൻ്റെ മെസ്സേജ് ഇല്ലെങ്കിൽ നമുക്ക് അനൗൺസ്മെന്റ് ചെയ്യാനായിട്ട് സീന ക്ലീറ്റേഴ്സ് ചേച്ചീനെ ക്ഷണിക്കുന്നു. സബ് ഗ്രൂപ്പ് മീറ്റിംഗിൽ എല്ലാവരും പങ്കെടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാ ദിവസവും സബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്ന വേർഡ് ഓഫ് ദി ഡേ നിങ്ങളെ എങ്ങനെ സ്പർശിച്ചുവെന്ന് ഒരു വോയിസ് മെസ്സേജായി സബ് ഗ്രൂപ്പിൽ എല്ലാവരും പോസ്റ്റ് ചെയ്യണം. ഓൺലൈനിൽ നടത്തപ്പെടുന്ന ഈ പ്രിലിമിനറി കോഴ്സ് 8 ക്ലാസ്സുകൾ മാത്രമായിട്ടാണുള്ളത്. ഏകദേശം 34 ക്ലാസ്സുകളുള്ള ഫുൾ മിസിയോ കോഴ്സ് എല്ലാ മാസവും കടുകുറ്റി മിസിയോ ഭവനിൽ വെച്ച് താമസിച്ചുള്ള കോഴ്സായി നടത്തപ്പെടുന്നുണ്ട്. അടുത്ത കോഴ്സ് മാർച്ച് 16 മുതൽ 21 വരെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ദയവായി 9746917273 എന്നീ നമ്പറിലോ 7012574557 എന്ന നമ്പറിലുകളോ ബന്ധപ്പെടുക. മിസിയോ ഭവനിൽ 1-2 ദിവസം വന്ന് താമസിച്ച് നിത്യാരാധനയിലിരുന്ന് ഭാരത മിഷന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറുള്ളവർ ദയവായി അറിയിക്കുക. കുടുംബമായോ അല്ലാതെയോ വരാവുന്നതാണ്. നിങ്ങളുടെ ഇടവകകളിൽ ഉപ യൂണിറ്റ് നേതൃത്വങ്ങൾക്കും മത അധ്യാപകർക്കും ഒക്കെയായി മിസിയോ ഫുൾ കോഴ്സ് വികാരിയച്ഛന്മാരുടെ അനുവാദത്തോടെ സംഘടിപ്പിച്ചാൽ മിസിയോ ടീം അവിടെ എത്തി കോഴ്സ് നടത്തി തരുന്നതാണെന്ന് അറിയിക്കുന്നു. അതുപോലെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും റെസിഡൻഷ്യൽ കോഴ്സ് കൊടുക്കുന്നതിന് മിസിയോ ടീം ഇപ്പോൾ റെഡിയാണ്. നിങ്ങൾക്ക് പരിചയമുള്ള കേരളത്തിനകത്തോ പുറത്തോ ഏതെങ്കിലും സ്ഥലത്ത് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ കോഴ്സ് കൊടുക്കുവാൻ താല്പര്യമുള്ളവർ മിസിയോ റിസോഴ്സ് ടീമുമായി ബന്ധപ്പെടുക.
മിസ്സിയോ വൈബ്സ് നമ്മുടെ കുടുംബത്തിൽ നിന്നും എല്ലാ മാസവും മലയാളത്തിലും ഇംഗ്ലീഷിലും പബ്ലിഷ് ചെയ്യപ്പെടുന്ന ഓൺലൈൻ ന്യൂസ് ലെറ്റർ ആണ്. PDF ഫയലായിട്ടാണ് PDF ഫയലായിട്ടും യൂട്യൂബിൽ ഓഡിയോ ആയിട്ടും നിങ്ങൾക്ക് അത് ലഭ്യമാണ്. നമ്മളൊരു മിഷൻ ആണെന്ന ബോധ്യം വരുന്ന ലേഖനങ്ങളൊക്കെ അതിനകത്തുണ്ട്. എല്ലാവരും വായിക്കാൻ പരിശ്രമിക്കണേ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെ നടത്തപ്പെടുന്ന മിസ്സിയോ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർ അതാത് ഗ്രൂപ്പ് മെമ്പേഴ്സിനെ അറിയിക്കുക. അനോണിമസ് ആയ ഒരു മെസ്സേജുകൾക്കും ആരും റെസ്പോണ്ട് ചെയ്യരുത്. മിസ്സിയോ കുടുംബത്തിൽ നിന്നും പണസംബന്ധമായ ഒരു കാര്യത്തിനായും ആരും നിങ്ങളെ വിളിക്കില്ല. അത്തരം കോളുകളോ മെസ്സേജുകളോ ലഭിച്ചാൽ ഉത്തരവാദിത്തപ്പെട്ടവരെ ഉടനെ വിവരം അറിയിക്കുകയും നമ്പർ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് അറിയിക്കുന്നു. താങ്ക് യു. താങ്ക് യു സീന ചേച്ചി, അനൗൺസ്മെൻ്റ് എല്ലാം തന്നതിന് താങ്ക് യു. അടുത്തത് നമ്മുടെ വൈൻഡപ്പ് സെഷനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ആലീസ് കുട്ടി ആൻറ്റീനെ ക്ഷണിക്കുന്നു. താങ്ക് യു ദിവ്യ, താങ്ക് യു വെരി മച്ച്. ഈ സംശയക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മള് ഈ നാളുകളെല്ലാം ഒരുങ്ങിക്കൊണ്ടിരുന്നത് ഇന്ന് കേട്ട സന്ദേശം സ്വീകരിക്കാൻ വേണ്ടിയായിരുന്നില്ലേ എന്ന് പറയാം. നമുക്കറിയാമല്ലോ, ഈ സഭയെ ഈശോ ലോകത്തിലും കൂടി സ്ഥാപിച്ചത് ഈശോയുടെ ജീവിതം തുടരാനും ഈശോ തുടങ്ങി വെച്ച ദൗത്യം തുടരാനും. എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം എല്ലാ മനുഷ്യരെയും വീണ്ടെടുക്കാനായിട്ട് തന്റെ ഏകജാതനെ ഇങ്ങോട്ട് അയച്ചു. അവൻ നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവന്റെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലിയാണെന്നൊക്കെ ഈ നാളുകളിൽ നമ്മൾ കേട്ടു. ഇന്ന് ഈശോ നമ്മളോട് പറയുക, ഈ കാര്യം ചെന്ന് നിങ്ങൾ എല്ലാവരോടും ഒന്ന് പറ. അത് നമ്മൾ ഇന്നത്തെ ഇതിനു വേണ്ടി നമ്മൾ ഒരുങ്ങുകയായിരുന്നു കഴിഞ്ഞ ആഴ്ചകളിലൂടെ എല്ലാം. ആ ഒരു ഈശോയിലൂടെ വന്ന രക്ഷ വിശ്വാസമാനസത്വത്തിലൂടെ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവും സ്വീകരിച്ച് നമ്മൾ കൂട്ടായ്മ പറഞ്ഞില്ലേ, യെറൂസലേമിലും യൂദയായാലും സമറിയായാലും ലോകത്തിന്റെ അതിർത്തിയിൽ വരെ പോകണമെങ്കിൽ ബി ജീസസ്, ലിവ് ജീസസ് ആൻഡ് പ്രൊക്ലെയിം ജീസസ്. നമ്മളെപ്പോഴും സുവിശേഷ പ്രഘോഷണമെന്നും പ്രസംഗമെന്നും ഒക്കെ പറയുമ്പോൾ ഏതാണ്ട് മയക്കം വിളിച്ച് പ്രസംഗിക്കുന്നതല്ല, അങ്ങനൊന്നും അല്ല. ഫ്രാൻസിസ് അസിസി പറഞ്ഞൊരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അസിസി പുള്ളിയാൻ പറഞ്ഞ എന്നാന്നറിയാവോ? പ്രീച്ച് ദ ഗോസ്പൽ ഓൾവേസ്, ഇഫ് നെസസറി യു മേ യൂസ് വേർഡ്സ് എന്ന്. നിങ്ങൾ എവിടെയാണേലും എപ്പോഴാണേലും എല്ലാ സാഹചര്യങ്ങളിലും ഈ സുവിശേഷം പങ്കുവെക്കുന്നവരാകണം. ഈ പങ്കുവയ്ക്കല് അത്യാവശ്യമുണ്ടെങ്കിൽ വാക്ക് ഉപയോഗിക്കാം, വാക്ക് വേണമെന്ന് നിർബന്ധമില്ല. അപ്പം നമ്മുടെ ആ ഒരു സുവിശേഷം ഈശോ ആയിക്കൊണ്ട് ഈശോയുടെ ജീവിതം, ഈശോ പറഞ്ഞില്ലേ, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, അപ്പോൾ എന്നെ കേൾക്കുന്നവൻ പിതാവിനെ കേൾക്കുന്നു. അപ്പൊ നമ്മളെ കാണുന്നവരെ നമ്മളറിയാമല്ലോ, മാമോദീസ വന്നിയവരെല്ലാം പ്രേക്ഷിത ശിഷ്യരാണ്. അതായത് മിഷനറി ഡിസൈപ്പിൾസ്. ശിഷ്യത്വം ഈ തന്നോടുകൂടി ആയിരിക്കാനും അയക്കാനും അല്ലേ ഈശോ ശിഷ്യരെയൊക്കെ തിരഞ്ഞെടുത്തത്. അപ്പോൾ നമ്മളെല്ലാവരും അയക്കപ്പെട്ടിരിക്കുന്ന ശിഷ്യരാണ്. കർത്താവിന്റെ പാദങ്ങളിൽ ഇരുന്നു കൊണ്ട് അയക്കപ്പെട്ട് ഓടണം. അങ്ങനെ ചെയ്യാനാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ജീവിതം മുഴുവനും നമ്മൾ എവിടെയാണെങ്കിലും എന്താണെങ്കിലും എപ്പോഴും ഓർത്തോണം, ജെറൂസലേം നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ മുഴുവൻ, നമ്മുടെ ബന്ധുക്കൾ മുഴുവൻ, നമ്മുടെ പരിചയക്കാർ മുഴുവൻ, അതിൻ്റെ അപ്പുറത്ത് എവിടെയെല്ലാം നമ്മൾ ആവരിക്കുന്നോ പോകുന്നോ, അറിഞ്ഞില്ലേ മാർപ്പാപ്പ പറഞ്ഞതൊക്കെ, യു ആർ ഗോഡ്സ് ടുഡേ, നിങ്ങളാണ് യേശുവിൻ ദൈവത്തിന്റെ ഇപ്പോൾ, ഇന്ന്. നമ്മൾ എവിടെയായിരുന്നാലും പൗലോസ് പറഞ്ഞ വാക്കുകളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. നാം ദൈവത്തിന്റെ കരവേലയാണ്. എന്തിനാ? നാം ചെയ്യാനായി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി. യെരമ്യാ പ്രവചനത്തിലൊക്കെ നിങ്ങൾ കേട്ടതാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാ. നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി, ആ ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ രാജ്യം, യേശുവിലൂടെ ആ ദൈവം ഇവിടെ തുടങ്ങി വെച്ച ആ പണി എല്ലാ മനുഷ്യരിലേക്കും എത്തുന്നത് വരെ ഒന്ന് എത്തിക്കുക. ഈ ഒരു ദൗത്യത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ. എവിടെയാണേലും ആരാണേലും ഒക്കെ പലതിലൂടെ, ഒരു ക്ലാസ്സിലൂടെയും ടെസ്റ്റിമണിയിലൂടെയും പ്രസന്റേഷനിലൂടെയും ഒക്കെ നമുക്ക് മനസ്സിലായി. ഇന്ന് ആളുകളിലൊക്കെ മനസ്സിലായി. നീശ പറഞ്ഞൊരു കാര്യം എപ്പോഴും ഓർത്തോണം, സീക്ക് ഫസ്റ്റ് ദ കിങ്ഡം ആൻഡ് എവരിതിങ് ഷാൽ ബി ആഡഡ് എന്നാ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആകെപ്പാടെ ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ രാജ്യം, ദൈവം നമ്മളെ ഏൽപ്പിച്ച കാര്യം അത് അന്വേഷിച്ചാൽ മതി. നമ്മുടെ കാര്യം മുഴുവനും ദൈവം കർത്താവ് അന്വേഷിച്ചോളാമെന്നാ പറഞ്ഞത്. എന്തൊരു ഉറപ്പാണെന്നറിയാവോ? അപ്പൊ നമുക്ക് ഒന്നും അപ്പുറം ഇപ്പുറം നോക്കാതെ നമ്മുടെ വീടോ ജോലിയോ മക്കളുടെ കാര്യമോ കല്യാണമോ കാറോ എന്ത്
ഇതൊക്കെ നമുക്ക് വേണ്ടതെല്ലാം സമൃദ്ധമായിട്ട് ദൈവം ക്രമീകരിക്കും. നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ നമുക്കിത് എപ്പോഴും ഓർക്കാം. ഈശോ ആയിക്കൊണ്ട്, ഈശോയുടെ ജീവിതം ജീവിച്ചുകൊണ്ട്, ഈശോയുടെ വചനം ബി ജീസസ് ലിവ് ജീസസ്, ഈശോ ആയിട്ട് ജീവിച്ചുകൊണ്ട് ഷെയർ ജീസസ് വിത്ത് എവരി വൺ. നിങ്ങൾ യേശു ക്രിസ്തു ആണോ എന്ന് ചോദിക്കത്തക്കവണ്ണം വേറെ മദർ തെരേസയോട് നിങ്ങൾ ദൈവമാണോ എന്ന് ചോദിച്ച കാര്യവും കേക്ക് ദൈവത്തോട് ചോദിച്ചാൽ കേക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അടുത്ത ക്രിസ്മസിനെങ്കിലും കേക്ക് വന്ന് കൊച്ചു ദൈവത്തോട് പോയി കേക്ക് ചോദിച്ചുകൊണ്ടിരുന്നു. അവസാനം പിന്നത്തെ കൊല്ലത്തെ ക്രിസ്മസിന് ഈ മദർ തെരേസ ഒരു ബേക്കറിയിൽ നിന്ന് ഇതെല്ലാം വാങ്ങിച്ചോണ്ട് പോകുമ്പോഴാണ് അവിടെ നിന്ന് കൊച്ചിനെ കണ്ട് കുഞ്ഞിന് കേക്ക് വേണോ, അപ്പൊ വേണമെന്ന് പറഞ്ഞ് കൊണ്ടു കൊടുത്തിട്ട് കൊച്ചു മദറിന് മുഖത്ത് നോക്കി ചോദിച്ചത്രേ ആർ യു ഗോഡെന്ന്. ഇവനെ ഒരു കൊല്ലമായി ഞാൻ ദൈവമേ കേക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാ. കേക്ക് തന്നപ്പോൾ ദൈവമാണെന്ന് വിചാരിച്ചു. പല പലരുണ്ട്. ആർ യു ജീസസ് ക്രൈസ്റ്റ് ചോദിച്ച കഥയൊക്കെ അറിയാം. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മളെ കാണുന്നവർക്ക് നിങ്ങൾ എന്തേ ഇങ്ങനെ, അതെന്തേ, അപ്പൊ ഈശോയെ പറഞ്ഞു കൊടുക്കാനാകത്തക്കവണ്ണം നമ്മൾ പഠിച്ചല്ലോ. പിന്നെ ഇത് ഒരു പ്രിലിമിനറി കോഴ്സാ ഈ ഒരു ഓൺലൈനിൽ കൂടെ. ഇത് അതിന്റെ നമുക്ക് ശരിക്കും സുവിശേഷ പ്രഘോഷകരാകണമെങ്കിൽ ആ ഒരു റെസിഡൻഷ്യൽ കോഴ്സിലൊക്കെ പങ്കെടുത്തു കഴിയുമ്പോൾ അതെല്ലാം കൃത്യമായിട്ട് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നമ്മൾ ആകെപ്പാടെ ചെയ്യേണ്ടത് ഒരു കാര്യമേ ഉള്ളൂ, സുവിശേഷ പ്രഘോഷണം, സുവിശേഷവൽക്കരണം. അത് എങ്ങനെയാ ചെയ്യേണ്ടതെന്നും അതിന്റെ എല്ലാ കാര്യങ്ങളും ഇവര് പറഞ്ഞല്ലോ, സീനിയൊക്കെ പറഞ്ഞു വരുന്നത്. അതായത് കുറെ ക്ലാസ്സുകളുള്ള നമ്മൾ ഈ ആദ്യത്തെ നിങ്ങളെ പ്രിപ്പയർ ചെയ്യുന്ന കോഴ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഭാഗം മാത്രമായി ഓൺലൈൻ കേട്ടോ. അപ്പം എല്ലാവരും തന്നെ എവിടെയെങ്കിലും ഒരു റെസിഡൻഷ്യൽ കോഴ്സിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം എപ്പോഴും ഓർത്തോണം. ഇത് പ്രിപ്പയറിങ് യു ഒരു റീ ഇവാഞ്ചലൈസേഷൻ. ഇനി ന്യൂ ഇവാഞ്ചലൈസേഷൻ ചെയ്യാനാകണമെങ്കിൽ നമ്മൾ ഇവാഞ്ചലൈസ്ഡ് ആയി ശരിക്ക് നമ്മൾ ജീവിച്ചുകൊണ്ട് നമ്മളെ കാണുന്നവർക്ക് അത് മനസ്സിലാക്കത്തക്ക രീതിയിൽ നമ്മൾ അങ്ങോട്ടാകുമ്പോഴാണ് ന്യൂ ഇവാഞ്ചലൈസേഷൻ നടക്കുക. അപ്പോഴാണ് ലോക സുവിശേഷവൽക്കരണം നടക്കുക. അർവപ്പമാരൊക്കെ പറഞ്ഞ പുസ്തകങ്ങളിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് ഈ ലോകത്തിന്റെ സമഗ്ര വികസനമൊക്കെ നടക്കണമെങ്കിൽ ഇവാഞ്ചലൈസേഷൻ നടന്നാലേ പറ്റൂ. നമുക്കറിയാം, സുവിശേഷം പ്രഘോഷിക്കുമ്പോഴാണ് നമ്മളൊക്കെ ദൈവത്തിന്റെ മക്കളാണെന്നും പരസ്പരം സഹോദരനാണെന്നും നമ്മളൊക്കെ ദൈവത്തിന്റെ കുടുംബമാണെന്നും ദൈവം നമ്മുടെ പിതാവാണെന്നും നമ്മളങ്ങനെ സ്നേഹിക്കാൻ പഠിക്കുന്നതൊക്കെ. അങ്ങനെ സ്നേഹിച്ച് നമ്മളെല്ലാം തുല്യ മഹത്വവും വിലയും ഒക്കെ ഉള്ളവരാണെന്നൊക്കെ മനസ്സിലായി പരസ്പരം സ്നേഹിച്ച് ഇവിടെ നല്ല സഹകരണത്തോടെ സമാധാനമായിട്ട് ജീവിക്കുന്ന ഒരു അന്തരീക്ഷത്തിലെ സമഗ്ര വികസനം നടക്കുകയുള്ളൂ. അപ്പോൾ എല്ലാ ആൾക്കാരും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ്. അത് നമ്മുടെ ജീവിതത്തില് ഈ സുവിശേഷം ഫലപ്രദമായി നമ്മൾ സ്വീകരിക്കുകയും ജീവിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ നമ്മളറിയാതെ ഈശോ പറഞ്ഞതുപോലെ പുളിമാവായി, ഉപ്പായി, വെളിച്ചമായി നമ്മുടെ ചുറ്റും ശരിക്കും ദൈവരാജ്യം ഉണരുന്നത് കാണാൻ സാധിക്കും. അതിന് തക്ക വിധത്തില് മറ്റൊരു ഈശോയായിട്ട് നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം ആയിത്തീരാൻ, അങ്ങനെ സുവിശേഷം ആയി സുവിശേഷം ഏകുന്നവരായി തീരാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഓരോരുത്തർക്കും അങ്ങ് കമ്മിറ്റ് ചെയ്യാം. ദൈവമേ, ഞാനിതാ അവിടെ ഏൽപ്പിച്ച ദൗത്യത്തിനായി. ഈശോ പറഞ്ഞില്ലേ, എനിക്കൊരു ദൗത്യമുണ്ട് പിതാവ് ഏൽപ്പിച്ച, അതാ എന്റെ ഭക്ഷണം. അതുപോലെ നമ്മുടെയും തീഷ്ണത ഈശോ നമ്മളോട് ആവശ്യപ്പെട്ട ഈ ഒരു കാര്യം ചെയ്യുന്നതാകണം എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു വലിയ ദൗത്യത്തിനായി സെർച്ച് എക്സിസ്റ്റ് ടു ഇവാഞ്ചലൈസ് എന്നൊക്കെയാ പോളാറാമൻ മാർപ്പാപ്പ ഇവാഞ്ചലി യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്നത്. രക്ഷകന്റെ വീട്ടിൽ പറഞ്ഞ് നമ്മൾ കണ്ടു. ഇവരൊക്കെ ആവർത്തിച്ച് പറഞ്ഞു. അതായത് നമ്മള് പറഞ്ഞില്ലെങ്കിലും മനുഷ്യൻ രക്ഷപ്പെട്ടു പോയെന്ന് വരും. പക്ഷെ നമ്മളിത് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടുകയാണെന്ന് മാത്രമല്ല കൂടുതൽ കർശനമായി വിധിക്കപ്പെടുകയും ചെയ്യുമെന്ന് പറഞ്ഞില്ലേ പൗലോസ് കൊറിന്തോസരോട് പറഞ്ഞത്. സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിനകത്ത് വലിയ അഹങ്കരിക്കാനോ ഏതാണ്ട് ചെയ്യുന്നൊന്നും അഹങ്കരിക്കാനൊന്നും ഇല്ല. പക്ഷെ പ്രസംഗിക്കുന്നില്ലെങ്കിൽ നമുക്കും എല്ലാ ദുരിതത്തിനും കാരണം നമ്മാവുന്നതൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർക്കാം. പരിശുദ്ധാത്മാവിന്റെ നിറവില് നല്ല സ്നേഹിത സമൂഹങ്ങളായിക്കൊണ്ട് നമ്മളായിരിക്കുന്നിടത്തെല്ലാം ദൈവത്തിന്റെ ഇന്നായി സുവിശേഷം ഏകാൻ മാത്രമല്ല സുവിശേഷമാകാൻ, അങ്ങനെ ദൈവത്തിന്റെ സാന്നിധ്യമാകാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കൊന്ന് വിട്ടുകൊടുത്താൽ മതി. ലെറ്റ് ഗോ ആൻഡ് ലെറ്റ് ഗോഡ്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കും, അത്ഭുതം നടക്കട്ടെ. ആമേൻ. താങ്ക് യു ആലിസ് കുട്ടി ആൻറ്റി. ആലിസ് കുട്ടി ആൻറ്റി ആണല്ലോ നമ്മളെല്ലാവരെയും മിസ് യു ഫാമിലിയിലുള്ള എല്ലാവരെയും നമുക്ക് ആ എനർജി കൊടുക്കുന്നതും ആ
ഡിസിപ്ലിൻ, ജീസസിലേക്കുള്ള നമ്മൾ പ്രാർത്ഥിക്കാനുള്ള ഡിസിപ്ലിൻ നമുക്ക് ചെയ്തു തരുന്നതും നമ്മളെ നല്ല ഒരു വഴി കാണിച്ച് ഞങ്ങൾക്ക് ഡയറക്ഷൻസ് കൊടുക്കുന്നതിന് ആലീസ് കുട്ടി ചേച്ചിക്ക് പ്രത്യേകം താങ്ക് യു. ആൻഡ് യു സെഡ് എ ബ്യൂട്ടിഫുൾ വേഴ്സ് ലൈക്ക് ഹൗ യു സെഡ് ബി Jesus, live Jesus and proclaim Jesus. We will always have that imprinted in our heart. ഞങ്ങളുടെ ഹൃദയത്തിൽ അത് കാർവ് ചെയ്ത് വെക്കും. ഞങ്ങൾ എല്ലാ ലൈഫിലും മുമ്പോട്ട് എല്ലാ ദിവസവും ചിന്തിച്ച് അത് സുവിശേഷം പ്രഘോഷണം ചെയ്യാനായിട്ട്. താങ്ക് യു ആലിസ് കുട്ടി ആൻറ്റി. അടുത്തതായിട്ട് നമ്മൾ ക്ലോസിംഗ് പ്രെയറിന് ഫാദർ തോമസ് മേൽവെട്ടത്ത് വിളിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ മീറ്റിങ്ങിന്റെ സമാപനത്തിലേക്ക് കയറുമ്പോൾ സുവിശേഷവൽക്കരണത്തെ പറ്റിയുള്ള നല്ല ചിന്തകൾ പ്രാർത്ഥനാപൂർവ്വം നമ്മൾ കേൾക്കുകയാണ്. അതിൻ്റെ ചെറിയ സന്ദേശം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചോളാം. മത്തായിയുടെ സുവിശേഷം 4:19 കർത്താവ് പറയുന്നുണ്ട്, പത്രോസിനോട്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാന്നാണ്. അപ്പോൾ ഈ കർത്താവിൻ്റെ അന്തിമ കൽപ്പനയാണല്ലോ, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു ഉത്തരവാദിത്വം ഒരു അന്തിമ കൽപ്പനയായിട്ട്, എന്നുവെച്ചാൽ അതിനകത്ത് നമുക്ക് വെള്ളം ചേർക്കാനായിട്ട് പറ്റില്ല, അതിനകത്ത് കുറയ്ക്കാനോ കൂട്ടാനോ നമുക്ക് പറ്റില്ല. അന്തിമ കൽപ്പന എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് കമാൻഡ്മെന്റ് ആണ്. അപ്പം അതുകൊണ്ട് ഈശോയുടെ സുവിശേഷം ലോകത്ത് കൊടുക്കാനായിട്ട് മനുഷ്യരെ പഠിക്കുന്നവരായിട്ട്, മനുഷ്യരുടെ ഹൃദയങ്ങളെ പഠിക്കുന്നതാണെന്ന് പറയാം. സുവിശേഷത്തിലൂടെ മാത്രമേ പറ്റുള്ളൂ നമുക്ക്. അതുകൊണ്ട് ഈശോയുടെ സുവിശേഷം പ്രസംഗിക്കാനായിട്ടുള്ള ഒരു ധൈര്യം ഞാൻ പലപ്പോഴും ഇങ്ങനെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ അലിസുർ ചേച്ചി പോലെയുള്ള കുറേ ആൾക്കാരുണ്ടെങ്കിലും, നമ്മുടെ ടോമിസ് സാറിനെ പോലുള്ളവർ, നമ്മൾ കത്തോലിക്കരെ ആസിച്ച് ഈ പ്രൊട്ടസ്റ്റന്റുകാരുമായിട്ടൊന്ന് കമ്പയർ ചെയ്താൽ നമ്മളിപ്പോഴും ലജ്ജിതരാണ് കർത്താവിനെ പ്രസംഗിക്കാനായിട്ട്. അവർക്ക് എന്തേലും കോഴ്സുകളാണെന്നറിയോ നമ്മളിങ്ങനെ യേശുവെ പ്രസംഗിക്കാൻ വേണ്ടിയിട്ടുള്ള. നിങ്ങൾ യൂട്യൂബിലൊക്കെ ഒന്ന് കയറിയിട്ട് ഇവാഞ്ചലൈസേഷൻ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ കിട്ടുന്ന മുഴുവൻ അവരുടെ കാര്യങ്ങളാണ്. നമ്മുടെ കാര്യങ്ങൾ വളരെ ചുരുക്കമായിട്ട് കിട്ടുന്നത്. അതിന് കാത്തലിക്സ് എങ്ങനെയാണ് സുവിശേഷം പ്രഘോഷിക്കേണ്ടത് എന്നുള്ളത്. അപ്പം അതുകൊണ്ട് നമുക്കറിയാവുന്നത്, നമ്മൾ ഈ കർത്താവ് മനുഷ്യരെ പിടിക്കുന്നവരാക്കും, നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്ന ആക്കാന്ന് പറയുമ്പോൾ നമുക്ക് ഈശോയുടെ ഒരു സ്നേഹം ഉണ്ടാണ്. ഞാൻ ചേച്ചി പറഞ്ഞു തന്നുകൊണ്ട് അവിടെയാണല്ലോ ഈശോ സ്നേഹത്തെ പറ്റി. ഈശോയ്ക്ക് നമ്മുടെ ഹൃദയം കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചെങ്കിലേ ഉള്ളൂ. ഹൃദയം എവിടെയാണോ അവിടെയാണ് നമുക്ക്. നമ്മൾ ഹൃദയം കൊടുത്താൽ, എൻ്റെ ഹൃദയത്തിൽ ഒരു സ്ഥാനം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ, ഐ ആം വിത്ത് യു എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു അർത്ഥം കൂടുതലാണ് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഹൃദയം കർത്താവിന് കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ആദ്യമേ തന്നെ പറയാനുള്ളത്. നമ്മളെ ഈ പഠനങ്ങളെല്ലാം നടത്തി കഴിയുമ്പോഴും ബുദ്ധി കൊണ്ട് നമുക്ക് പല കാര്യം ചിന്തിച്ച് വാക്കുകൾ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി പോകാൻ ഹൃദയം കൊടുക്കുന്നില്ലെങ്കിൽ അവിടെ സമർപ്പണം ഉണ്ടാകാൻ. അപ്പം ഹൃദയം കൊടുക്കാനായിട്ട് അപ്പം അവിടെയാവുന്ന പൂർണ്ണമായ സ്നേഹം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഹൃദയം കൊടുക്കുമ്പോൾ സ്നേഹത്തിൻ്റെ നിറവിലേക്ക് വരും. അപ്പം അതുകൊണ്ട് നമുക്ക് കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തികളായിട്ട് മാറാൻ, ഈശോയുടെ സ്നേഹം കൊടുക്കുന്നവരായിട്ട് മാറാനായിട്ടുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട്. ഈ പഠിക്കുന്നതനുസരിച്ച് ഹൃദയം അവിടെ വെക്കണം. ഈ നമ്മുടെ വിശുദ്ധാത്മാക്കളോട് കർത്താവ് പറയുന്ന ഒരു വസ്തുണ്ട്. എൻ്റെ പേര് ഞാനിപ്പോൾ ഒട്ടൊന്നും ഓർക്കുന്നില്ല. അതിൻ്റെ ഇൻസേനു ജേഴ്സ് എന്ന് പറയുന്നതിനകത്ത്, ഇൻസേനു ജേഴ്സിനകത്ത് പറയുന്ന ഓരോ ദൈവവചനത്തിനകത്തും ഈശോയുടെ ഒരു മുഖമുണ്ടെന്നാണ് പറയുന്നത്. ഇൻസേനു ജേഴ്സിനകത്ത് ഓരോ ദൈവവചനത്തിനകത്ത് ഈശോയുടെ ഒരു മുഖമുണ്ട്, ഈശോയുടെ ഹൃദയമുണ്ട്. അപ്പം ഓരോ ദൈവവചനം അങ്ങനെയാണ്. നമുക്കറിയാം ദൈവവചനം മുഴുവൻ വിശുദ്ധാത്മാ പ്രചോദിതമാണല്ലോ. അപ്പോൾ ആ ഇൻസാൻ ജോസിന്റെ അച്ഛൻ പറയുകയാണ്, നീ എന്നെ ആരാധിക്കുന്നതിനായിട്ട് മാറണം. ആരാധിക്കുന്ന പറഞ്ഞാൽ എപ്പോഴും അവിടെ ഇരിക്കുന്ന ഈശോയുടെ മനസ്സറിഞ്ഞ് ഈശോയ്ക്ക് രാത്രി അവിടെ ചെലവഴിച്ച് ഈശോയെ പറഞ്ഞിട്ട് പകരം നീ എന്നെ പ്രസംഗിക്കണം. അപ്പം ആ വചനത്തിൻ്റെ അകത്ത് ഈശോയുടെ മുഖം കണ്ട് ആ മുഖത്തിൽ നമുക്ക് ഈശോയെ ധ്യാനിച്ചു കഴിയുമ്പോൾ പ്രിയപ്പെട്ട നമുക്ക് അങ്ങനെ ഒതുങ്ങിയിരിക്കാൻ പറ്റും. അന്നേരം വലോസ്യ പറഞ്ഞ പോലെ കർത്താവിന് സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. കർത്താവിന് സ്നേഹം നമ്മളെ നിർബന്ധിക്കാൻ തുടങ്ങുന്നത് അവിടെ. ഒരു സ്നേഹത്തിന് തിക്കുമുട്ട്, നമുക്ക് ഒരു തിക്കുമുട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഒന്ന് വിളിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് വിളിക്കാതെ നമുക്ക് സ്വസ്ഥത കിട്ടില്ല. അല്ലെങ്കിൽ നിന്ന് കാണണമെന്നൊരു ആഗ്രഹം കയറി കഴിഞ്ഞാൽ കാണാതെ നമുക്ക് പറ്റത്തില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ കാര്യം ചെയ്യാൻ നോക്കാം. സാധ്യമായ എല്ലാം നമ്മൾ ചെയ്യും. അപ്പോൾ ഈശോയുടെ സ്നേഹം നിർബന്ധിക്കുന്നു എന്ന് പറയുമ്പോൾ ഈശോയെ കൊടുക്കാനുള്ള ഒരു നിർബന്ധ ബുദ്ധി കർത്താവ് നമ്മുടെ ഉള്ളിനുള്ളിൽ തരും. കാരണം ഈശോയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന ജനത്തിന് ചുറ്റുമുണ്ടെന്ന് നമുക്കറിയാം. അപ്പം ചുറ്റുമുള്ള ജനത്തിന് ഈശോയെ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് നമ്മൾ റോമാലേഖനത്തിൽ നമ്മൾ ഇന്നും കേൾക്കുന്ന സാധനം 10:17 പറയുന്നത് പോലെ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അപ്പം നമുക്ക് വിശ്വാസം കേൾവി എന്നാണ്. അപ്പം നമ്മൾക്ക് കേൾക്കാത്ത ആൾക്കാർ ഒത്തിരി. നമ്മുടെ വിശ്വാസം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ആ കേൾവി മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് കഴിയുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഈശോയുടെ സ്നേഹത്തിലേക്ക് വളരാനായിട്ട് പറ്റുക. അപ്പം അതുകൊണ്ട് ഈ എങ്ങനെയാണ് ഈശോയെ പറ്റിയുള്ളത് കൊടുക്കാൻ, വിശ്വാസം കേൾവി എന്ന് പറയുമ്പോൾ കേൾക്കാൻ അവസരം കൊടുക്കാൻ,
അവിടെയൊക്കെയാണ് നമ്മൾ ഈ ഇതിൻ്റെയൊക്കെ ടെക്നിക്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കണം. ആധുനിക കാലത്തെ ഓരോ കാലഘട്ടങ്ങൾ, പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങൾ നമുക്ക് യൂട്യൂബിൻ്റെ കാലഘട്ടം, ഇൻസ്റ്റാഗ്രാമിൻ്റെ കാലഘട്ടവും അങ്ങനെയുള്ള മേഖലകളിലൂടെ നമ്മുടെ യുവജനങ്ങളും മറ്റുള്ളവരെല്ലാം പോകുമ്പോൾ അതിലൂടെയാണെങ്കിൽ ഈശോയെ കൊടുക്കാനായിട്ടുള്ള ഒരു ഇതുണ്ട്. അങ്ങനെ ആ വഴി പോകുന്നവരെയും കർത്താവിലേക്ക് കൊടുക്കാൻ. അപ്പം അതുകൊണ്ട് സാധാരണ പറയുന്ന പോലെ 1 to 1 അങ്ങനെയാണല്ലോ എല്ലാവരും പറയുന്നത്. 1 to 1 ഇവാഞ്ചലൈസേഷൻ, അനുഗമനം എന്നൊക്കെ പറയുന്ന കാര്യം അതാണല്ലോ. 1 to 1 ആയിട്ട് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഗ്രൂപ്പായിട്ട് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും. ഇപ്പം അതുപോലെ തന്നെ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ കൂടുതൽ ഇഷ്ടത്തോടെ ആഗ്രഹത്തോടെ നമുക്ക് കർത്താവിൻ്റെ വഴികൾ തുറന്നു തരും. കാരണം ഈ കാലഘട്ടത്തിൽ കർത്താവ് സുവിശേഷവൽക്കരണത്തിനായിട്ട് എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ എല്ലാവരോടും വ്യത്യസ്തമായ രീതി, നമുക്ക് ഒരു രീതി, ഇന്ന രീതിയാണ് നമ്മൾ ഇതിന് പ്രധാനപ്പെട്ടത് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഈ രീതികളുടെ മാർഗ്ഗങ്ങൾ നമ്മളെല്ലാം പറഞ്ഞു. നമുക്ക് ഇപ്പം നമ്മൾ മിസ്സിയോ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ പഠിച്ചു കഴിയുമ്പോഴും മിസ്സിയോയി പറഞ്ഞു തന്നത് നമുക്ക് പുതിയ പുതിയ ഇൻസൈറ്റുകളിലേക്ക് അർത്ഥശുദ്ധാൽ നമ്മൾ കൊടുത്തുകൊണ്ട് പോകും. അപ്പോൾ അശുദ്ധാത്മാവിൻ്റെ ആ പ്രചോദനത്തിന് നമ്മൾ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം സീറോ മലബാറിനെ നമുക്ക് പ്രേക്ഷിത ആത്മാരുടെ പ്രേക്ഷിത മുന്നേറ്റത്തിനെല്ലാം കൂടെ ജീവൻ ജ്യോതി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും സഭയുടെ ആ കാഴ്ചപ്പാടോട് ചേർന്ന് നിന്നിട്ട് കർത്താവിനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള, എന്ന് പറഞ്ഞ പോലെ കർത്താവ് ഓരോ പുതിയ വഴികൾ എപ്പോഴും വഴി തുറന്നുകൊണ്ടിരിക്കും. അപ്പോൾ സുവിശേഷം കൊടുക്കാനുള്ള വഴി കർത്താവ് തുറന്നു. പക്ഷെ നമ്മൾ കർത്താവിനോട് തുറവയുള്ളവരായിട്ട് മാറുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെ നമ്മൾ ഓരോന്ന് കൊടുക്കുമ്പോഴും വചനത്തിൻ്റെ ഒരു വിത്ത് കർത്താവ് അവരുടെ ഹൃദയത്തിലിടും. അറിയാം, വചനത്തിൻ്റെ വിത്ത് മത്തായി 13 1 മുതൽ 23 വരെ നമുക്ക് വളരെ വിശദമായിട്ട് എങ്ങനെയാണ് കർത്താവ് തന്നെ പറയുന്നത് വചനത്തെ പറ്റിയിട്ട്. മർക്കോസ് സുവിശേഷം 4:1-20 വരെയും, ലൂക്കാസ് സുവിശേഷം 8-ാം അധ്യായത്തിൽ 4 മുതൽ 15 വരെയൊക്കെ. അപ്പം മത്തായി സുവിശേഷമാണ് അതിനെപ്പറ്റി കുറേ കൂടെ വാചാലമായിട്ട് സംസാരിക്കുന്നത്, വചനത്തെ പറ്റി പറയുക. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഈ വചനത്തിൻ്റെ വിത്ത് പാകുക. വിത്ത് അനുകൂലമായ സാഹചര്യത്തിൽ ഫലം ചൂടും. ഏത് വിത്താണ് നമുക്കറിയാം എപ്പോഴാണെന്ന്, ഏത് വിധത്തിലാണ് നമ്മൾ ഇന്ന വിധത്തിലേ ആകാവുന്നുള്ള വാശി പിടിക്കരുത്. നമ്മൾ തീർച്ചയായിട്ടും കർത്താവിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ, കാരണം അതൊരു ഇഷ്ടത്തോടെയുള്ള ഒരു പ്രവർത്തനമാണല്ലോ. അപ്പം കർത്താവിന് നമ്മുടെ ഓരോരുത്തരുടെയും സാഹചര്യവും സാധ്യതയും തന്ന് കർത്താവ് അതിന് ഫലം ചൂടുന്ന വിത്തുകളായിട്ട് നമ്മളെ മാറ്റും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു കർത്താവുമായിട്ട് നമുക്കൊരു സംസാരിക്കുന്ന പോലെ സുവിശേഷവുമായിട്ട് സംവദിക്കാനായിട്ട് കഴിയുന്ന ഒരു ആത്മീയ ശൈലി, സുവിശേഷം ഈശോ നമ്മുടെ ഒന്നും സംസാരിക്കുന്നുണ്ടെന്നുള്ളൊരു ബോധ്യം. അപ്പം ആ ഒരു ബോധ്യത്തിൽ നമ്മൾ അങ്ങനെ കർത്താവ് സംസാരിക്കുന്ന ആ സംസാരത്തിലേക്ക് മറ്റുള്ളവരെ എത്തിക്കുന്ന, അവർക്ക് കർത്താവിനെ പറ്റി സംസാരിക്കാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക്. അതുകൊണ്ട് നമുക്ക് ഈ സഭയുടെ മതബോധന ഗ്രന്ഥത്തിനകത്ത് നമ്പർ 3 പറയുന്ന ഒരു കാര്യമുണ്ട്. അത് 3 നമ്മളൊന്ന് ശ്രദ്ധയോടെ കേൾക്കുന്നില്ല. ക്രിസ്തുവിന്റെ സ്നേഹത്താൽ ഉത്തേജിതരായിട്ട് അപ്പസ്തലന്മാരും ലഭിച്ച ഈ നിക്ഷേപം പിൻഗാമികൾ വിശ്വാസപൂർവ്വം പരിരക്ഷിച്ചു എന്ന് പറയുകയാണെങ്കിൽ സുവിശേഷവൽക്കരണത്തെ പറ്റി പറയുകയാണ്. ക്രിസ്തുവിന്റെ സ്നേഹത്താൽ ഉത്തേജിതരായിട്ട് അപ്പസ്തലന്മാരും കർത്താവ് അപ്പസ്തലന്മാർ കൊടുത്തതാണ്. അതിന് ലഭിച്ച ഈ വിശ്വാസ നിക്ഷേപം പിൻഗാമികൾ വിശ്വസ്താപൂർവ്വം പരിരക്ഷിക്കുക. അപ്പോൾ അത് തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ വിശ്വസ്താപൂർവ്വം പരിരക്ഷിക്കുകയും തലമുറകൾക്ക് നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഈ തലമുറകളിലേക്ക് ഈ വിശ്വാസ നിക്ഷേപം പകർന്നു കൊടുക്കുവാൻ എല്ലാ വിശ്വാസികളും ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ തലമുറകളിലേക്ക് ഈ വിശ്വാസ നിക്ഷേപം നമുക്ക് വിശ്വാസം ഏറ്റവും വലിയ ഡെപ്പോസിറ്റ് കർത്താവ് തന്നെയാണ്. കർത്താവിനെ തന്നെ കൊടുക്കാനായിട്ട് എല്ലാ വിശ്വാസികളും ക്ഷണിക്കപ്പെടും എന്ന് പറയുകയാണ്. എന്നിട്ട് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? പറയുന്നത് 2-3 വിധത്തിലാണെന്ന് പറയും. വിശ്വാസം പരസ്യമായി ഏറ്റു പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ സാഹോദര്യത്തിൻ്റെ പങ്കുവയ്ക്കലിലൂടെ അത് ജീവിച്ചുകൊണ്ട്, സാഹോദര്യത്തിൻ്റെ പങ്കുവയ്ക്കൽ ജീവിക്കാൻ നമ്മൾ സാധിക്കണം. വിശ്വാസം പരസ്യമായിട്ട് നമ്മൾ ഏറ്റുപറയണം ആദ്യം തന്നെ. പിന്നെ പറയണം ആരാധനാക്രമത്തിലും പ്രാർത്ഥനയിലും അത് ആഘോഷിച്ചുകൊണ്ട് വേണം. അപ്പം അങ്ങനെ ആഘോഷിച്ചുകൊണ്ട് ആണ് ഈ CCC പറയുക. നമ്മുടെ കാറ്റഗറി ഡയറക്ടറി കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ പറയുന്നുണ്ട് നമ്മൾ കമ്മ്യൂണിറ്റി ആയിട്ട് ജീവിക്കണമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇവരൊരു കമ്മ്യൂണിറ്റി ഉണ്ടാകണം. നമ്മളിങ്ങനെ വചനം പ്രസംഗിച്ചങ്ങ് പോയി ഇട്ടിട്ടങ്ങ് പോയി പലോസയെ പോലെ അങ്ങ് പോയാൽ അത് പോകണം. പലോസ തിരിച്ചു വരുന്നറിയാം. എല്ലാ സ്ഥലത്തും പോയിട്ട് വചനം തിരിച്ച് കമ്മ്യൂണിറ്റി ആയിട്ട് അവർ ശക്തിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ വചനം ഇട്ട് കൊടുത്ത് പോകുമ്പോൾ സഭയോട് ചേർത്ത് കമ്മ്യൂണിറ്റിയോട് ചേർത്ത് നിർത്തി ഒരു ബിലോങ്ങിങ് അവർക്കുണ്ടാകാനായിട്ട്, നമ്മുടെ ആ സമൂഹത്തിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ ഓർക്കാനായിട്ട് ഒക്കെയുള്ള ഒരു നിശ്ചയദാർഢ്യം നമുക്കുണ്ടാകും. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഈ സുവിശേഷത്തിൻ്റെ മാർപ്പാമാർ പറഞ്ഞ പോലെ ഒരു ആനന്ദം നമുക്ക് ഈശോ കൊടുക്കുന്നതിൻ്റെ ഒരു ആനന്ദം. കാരണം അത് നമുക്ക് ആർക്ക് ആദ്യം കൊടുക്കാൻ പറ്റുന്നു, ഈശോയെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കൊടുക്കാൻ പറ്റുന്നു, അത് വലിയ ആനന്ദമാണ്. അത് നമ്മുടെ ആത്മാക്കൾ, വിശുദ്ധാത്മാക്കൾ പറയും അങ്ങനെ ഒരു ആത്മാവിനെ രക്ഷിച്ചാൽ നിന്റെ ആത്മാവിനെ രക്ഷിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് ഈശോയെ കൊടുക്കാനായിട്ട് കഴിയുന്ന, നമ്മുടെ വിശ്വാസത്തിൽ നമ്മളെ അവരെ ആഴപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന, വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ട് അതിരുകളിലേക്ക് പോകാൻ കഴിയുന്ന സാഹോദര്യത്തിൻ്റെ പങ്കുവയ്ക്കൽ, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, ഇതേപോലെ കൊച്ചുകാശിനെ പോലും മനക്കുന്ന ഈശോ അത് ജീവിച്ചുകൊണ്ട്
നമുക്കറിയാം ആരാധനക്രമത്തിൽ പങ്കെടുക്കണം. എല്ലാം മാറിയിട്ട് നമ്മൾ കുർബാനയിൽ പങ്കെടുക്കാന്ന് പറഞ്ഞാൽ ആരാധനക്രമത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ജീവൻ വരിക. അതുപോലെ തന്നെ കൊന്ത ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥന. പക്ഷേ അമ്മ പറയുന്ന എന്നും കാലഘട്ടം പറയുന്ന കാര്യമുണ്ട്, നമ്മൾ ജീവൻ പ്രാപിക്കേണ്ടത് ഒന്ന് വിശുദ്ധ കുർബാന ഉണ്ട്, പക്ഷെ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട്. കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ സാധ്യതയുണ്ട്. കാരണം അവിടുന്ന് ബോധജ്ഞാന സിംഹാസനമാണ്. ആർക്ക് ഓഫ് ദ കവണന്റ് എന്നാണല്ലോ. ആർക്ക് ഓഫ് ദ കവണന്റ് ആണ്, ഉടമ്പടിയുടെ പേടകമാണ് വിശുദ്ധ അമ്മ. ഉടമ്പടിയുടെ പേടകം വിശുദ്ധ അമ്മ എന്ന് പറയുക. വിശുദ്ധ അമ്മയാണ്, അവിടെയാണല്ലോ ഈശോ ഒക്കെ ഉള്ളത്. അപ്പൊ ആ അമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് വളരെ സന്തോഷം നൽകുന്ന ഒന്നാണ്. വിശുദ്ധ അമ്മയുടെ പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവാണല്ലോ സുവിശേഷം പ്രസംഗിക്കാനുള്ള ധൈര്യവും ശക്തിയും കൃപകളും ദാനങ്ങളും വരങ്ങളും ഒക്കെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് അവിടുത്തെ വിശ്വസിച്ച് ആശ്രയിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഈ പ്രഭാഷണത്തെ പറ്റി പറയുന്ന എല്ലാ അത്ഭുതങ്ങളും നമ്മൾ പറയുന്ന വാക്കുകളെല്ലാം സംഭവിക്കും. അവിടെ അടയാളങ്ങളിലൂടെ കർത്താവ് സാക്ഷ്യപ്പെടുന്ന പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മുടെ വാക്കുകൾ കർത്താവിന്റെ നാമത്തിൽ പറയുന്ന ഒരു വാക്കും പാഴ്വാക്കായിട്ട് പോകുകയില്ല. കാരണം അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ലെന്നുള്ളതാണ്, നമുക്ക് സാധിക്കില്ലെന്നുള്ളതാണ് നമ്മുടെ ക്രൈസ്തവ വിശ്വാസികളായ നമ്മുടെ പ്രത്യേകത. അപ്പൊ ഈശോയെ കൊടുക്കാനായിട്ട് കഴിയുന്ന വലിയ ഒരു മുന്നേറ്റമാണ് നമ്മൾ ഈ സുവിശേഷ പ്രഘോഷണത്തിലൂടെ നമ്മൾ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു സ്വത്വബോധം എന്ന് പറഞ്ഞാൽ ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഈശോ കൊടുക്കുന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ്, ജീവിതത്തിന്റെ ഭാഗമാണെന്നുള്ള ഒരു സ്വത്വബോധം നമുക്കുണ്ടാകണം. അതിൽ സന്തോഷിക്കാൻ കഴിയുന്ന ആ സന്തോഷം ആരും എടുത്തു കളയാലെന്ന് പറഞ്ഞു. ഈശോയെ പ്രതി നമുക്ക് എന്ത് കൊടുത്താലും അതിൻ്റെ ആന്തരിക സന്തോഷം നമ്മൾ ആർക്കും എടുത്തു കളയാൻ പറ്റും. അതുകൊണ്ടാണ് രക്തസാക്ഷികളുടെ എത്ര പീഡനം ഉണ്ടായാലും ഈശോയോട് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ഈശോയെ പ്രസംഗിച്ചിട്ട് നമുക്കറിയാമോ പല സ്ഥലങ്ങളിലും കഴുത്ത് നീട്ടിക്കൊടുക്കുന്ന സന്തോഷം നീട്ടിക്കൊടുക്കുന്നു. അങ്ങനെ കഴിയാൻ പറ്റും നമുക്ക് ഈശോയെ കുറിച്ച്. അപ്പൊ ഈശോ ഒന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് നിത്യജീവന്റെ ഈശോയാണല്ലോ. പിന്നെ നമുക്ക് വേറെ ജീവനില്ല, ഈശോയിലുള്ള ജീവിതമാണ്. ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചോ, ഈശോയ്ക്ക് വേണ്ടി അനുസരിച്ചൊക്കെ പറഞ്ഞ അവസാനിച്ചു. ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചു, ഈശോയ്ക്ക് മരിച്ചു. അപ്പൊ നമ്മൾ ജീവിക്കുന്ന ഈശോയ്ക്ക് വേണ്ടി, നമ്മൾ മരിക്കുന്ന ഈശോയ്ക്ക് വേണ്ടി, നമ്മുടെ ജീവിതം ഈശോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഒരു ബോധ്യം നമുക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഈശോ ക്രമീകരിച്ചോളും. അപ്പൊ അവിടുത്തെ മഹത്വത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അവിടുത്തെ ദൈവത്തെ മഹത്വം പ്രഘോഷിക്കുന്ന ഉപകരണങ്ങളായിട്ട് കർത്താവ് നമ്മളെ മാറ്റും. അതുകൊണ്ട് അവിടുത്തെ മഹത്വത്തെ പ്രകീർത്തിക്കുന്ന വ്യക്തികളായിട്ട് നിങ്ങൾ ഒത്തിരി ആൾക്കാർ ഇതിലൂടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നമ്മൾ സർട്ടിഫിക്കറ്റ് പോലെ ഒരെണ്ണം കൂടി മേടിച്ചാൽ മാത്രം പോരാ, അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ ആഴപ്പെടണം. ബോധ്യങ്ങളായിട്ട് വരണം. അത് ബോധ്യമായിട്ട് വന്നാൽ അത് മനോഭാവങ്ങളായിട്ടും രൂപപ്പെടണം. പിന്നെ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശൈലിയായിട്ട് മാറും. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ശരിക്കും ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്ന ഹൃദയം കൊണ്ട് മറ്റു നമുക്ക് ഇങ്ങനെ ഇന്റലക്ച്വൽ ആയിട്ടൊക്കെ പറഞ്ഞു പോകാനേ പറ്റും. അത് പക്ഷെ സ്പർശിക്കുമല്ലോ ആരും. ഹൃദയത്തെ സ്പർശിക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറുമ്പോൾ നമുക്കറിയാം. നമ്മളൊരു ആത്മാർത്ഥമായ സ്നേഹത്തിൽ പറയുന്ന വാക്കും പൊങ്ങച്ചം പറയുന്ന വാക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത്. അത് നമുക്കറിയാം. ചുമ്മാ പപ്പടാഴ്ച അടിച്ചുകൊണ്ട് വിടുന്ന അതിനകത്ത് ഒരു കഴമ്പും കാണുകയല്ല. അത് ആർക്കും ചുമ്മാ ഫ്ലാറ്ററി ആയിട്ട് സ്തുതിപാഠകരായിട്ട്. നമ്മുടെ ഈശോയെ അങ്ങനെയല്ലല്ലോ. നമ്മുടെ ഈശോയിലാണ് നമ്മുടെ ജീവിതം, ഈശോയിലുള്ള ജീവിതം. മരണമോ ഈശോയുള്ള ജീവിതമാണ്, ജീവിതം ഈശോയുള്ള ജീവിതം. അതുപോലെ സാർ എനിക്ക് ജീവിക്കുന്നത് നേട്ടമാണ്, മരിക്കുന്നത് നേട്ടമാണ്. അപ്പൊ ജീവിതം മരണം എന്താണ് എനിക്ക് നേട്ടമാണ്. ഞാൻ ഈ കാരണം ക്രിസ്തുവിലാണ് ജീവിക്കുന്നത്, അവിടെ നിന്ന് ജീവിക്കുന്നു, ചരിക്കുന്നു, നിലനിൽക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു ബോധ്യം നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ ഈ ക്ലാസ് കൂടുമ്പോൾ അങ്ങനെ ഒരു കൃപയ്ക്ക് വേണ്ടി നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കും. അങ്ങയുടെ ഒരു ഉപകരണമായിട്ട് എൻ്റെ ചിന്തകള്, എൻ്റെ വാക്കുകള്, എൻ്റെ പ്രവർത്തികള് എല്ലാം അങ്ങയുടെ സാന്നിധ്യമായിട്ട് മാറ്റാൻ എനിക്ക് എന്നിൽ വരാനുള്ള മാറ്റങ്ങൾ അങ്ങ് തരണമേ എന്നുള്ള ഒരു ഹൃദയത്തിന്റെ പ്രാർത്ഥന. കാരണം നമ്മളത് എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും പ്രത്യേകിച്ച് ദേവാലയത്തിൽ ചെല്ലുമ്പോൾ നമ്മളങ്ങനെ, കാരണം കർത്താവ് കാതോർക്കുന്ന സ്ഥലമാണ്, ചെവിയായിച്ച് നമ്മുടെ പ്രാർത്ഥന സ്ഥലം ദേവാലയം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വീടുകളിൽ പ്രാർത്ഥിച്ച് അതൊക്കെ ശക്തി കാടി നമ്മുടെ ഇടവിലോട്ട് പോയി നമ്മുടെ ആൾക്കാരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ കേട്ടോ, അങ്ങനെ പറഞ്ഞാൽ കർത്താവ് കേൾക്കും. അത് ഉറപ്പായിട്ട് മറുപടി തരും അതിന്. കാരണം നമ്മൾ ആർക്ക് വേണ്ടി പറയുന്നത്? യേശോയ്ക്ക് വേണ്ടി പറയുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ അത് ബാക്കി ചെയ്തേക്കണം. കാരണം നമുക്ക് തന്നെ ഒത്തിരി അനുഭവങ്ങളുണ്ടല്ലോ. നമ്മൾ അങ്ങനെ പറഞ്ഞു പോയപ്പം അങ്ങനെ സ്നേഹബന്ധത്തോടെ ഈശോയോട് പറഞ്ഞാൽ അപ്പനാ അവിടെ നമ്മുടെ ആ കാര്യങ്ങളെല്ലാം നിറവേറ്റിത്തരും. ഹൃദയത്തിന്റെ ഒരു ചലനം പോലെ ഈശോ കാണുന്നതാണല്ലോ. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഇങ്ങനെ അവസരം തന്നതിന് നമുക്ക് നന്ദി പറയാം. നമ്മുടെ ടീം അംഗങ്ങൾക്ക് ദൈവത്തെ നന്ദി പറയാം. കാരണം അവരിലൂടെ കർത്താവ് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു നിറവിന് വേണ്ടിയിട്ട് സുവിശേഷവൽക്കരണത്തിന്റെ പടയാളികളായിട്ട് ഷെക്കിന എന്ന് പറയുന്ന പോലെ കാകളധ്വനി മുഴക്കുന്നവരായിട്ട് ഈ ലോകത്തില് നമ്മൾ ഈ ലോകത്തിന്റെ അവസാനം വരും എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ആൾക്കാർ പറഞ്ഞുകൊണ്ടായിരിക്കുന്നത്. എന്താണ് വന്നാലും, ഇപ്പം വന്നാലും നാളെ വന്നാലും എപ്പം കർത്താവ് വന്നാലും നമ്മൾ വിശ്വസ്തരായിട്ടുള്ള ശുശ്രൂഷകരായിട്ട് നമുക്ക് എന്നിട്ട് മാറി നിൽക്കാം. ഞാൻ എൻ്റെ കടമ നിർവഹിച്ചു മാറി നിൽക്കാൻ കഴിയുന്ന ശുശ്രൂഷകരായി മാറാനായിട്ട് ഇതിനുള്ള കരുത്ത് നമുക്കെല്ലാം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.
പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുക അല്ലേ? നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവിശുദ്ധാത്മ സംസർഗവും എന്ന ക്ലാസ്സിൽ നമ്മളോടും ക്ലാസ് എടുത്ത് കൂടിയവരോടും ഇതിന്റെ പങ്കെടുക്കുന്ന എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു അച്ഛ. നല്ലൊരു മെസ്സേജ് ഞങ്ങൾക്ക് എല്ലാവർക്കും തരുവാനും, നമ്മൾ നിധി എവിടെയോ അവിടെയാണ് നമ്മുടെ ഹൃദയം എന്ന് പറയുന്ന പോലെ നിധി നമ്മുടെ വചനമാകട്ടെ, നമുക്കെല്ലാവർക്കും ജീവിത ഒരു ശൈലി, സുവിശേഷ പ്രഘോഷണമാകട്ടെ. നല്ല മെസ്സേജ് ഞങ്ങൾക്ക് കൊടുത്തതിന് താങ്ക് യു അച്ഛ. അടുത്ത് നമ്മൾ ക്ലോസിംഗ് പ്രയറിനും ഫൈനൽ സോങ്ങിനായിട്ട് ലാലി ചേച്ചിനെ ക്ഷണിക്കുന്നു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോൾ, യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോൾ, നന്ദി കൊണ്ടെൻ മനം പാടിയിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി, ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. അന്നു ഞാൻ അന്യയായി അനാഥയായി, എന്നാൽ ഇന്നോ ഞാൻ ധന്യയായി. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. താങ്ക് യു.